നമസ്കാരം. IFEHന്റെ 1748 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ പ്രീത എം ഉണ്ണി, BHMS, ചീഫ് ഫിസിഷ്യൻ, ഡോക്ടർ പ്രീത എം ഉണ്ണി സ്പെഷ്യാലിറ്റി, DD വ്യാപാർ ഭവൻ കടവന്ത്ര ആൻഡ് ISMA ഹൗസ് ഇടപ്പള്ളി. പൊതുജനാരോഗ്യ ബോധവൽക്കരണത്തിനായി വിവിധ വേദികളിൽ ക്ലാസുകൾ എടുത്തിട്ടുള്ള ഡോക്ടർ, 32 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ. ഇതിനോടകം അനേകം ക്ലാസുകൾ നമുക്ക് എടുത്തു തന്നിട്ടുള്ള ഡോക്ടർ ഇന്ന് നമ്മളോട് നീര്, നീർവീക്കം കാരണങ്ങളും ഹോമിയോപ്പതി പരിഹാരങ്ങളും എന്ന വിഷയത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ് എടുക്കുന്നതിന് പ്രീത എം ഉണ്ണി ഡോക്ടറെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തോ? കോഹോസ്റ്റ് ആണ്. കേക്കാമോ? കേക്കാം കേക്കാം കേക്കാം. ഓക്കെ. ഇന്ന് IFPHന്റെ ഫ്ലോറിലുള്ള എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വളരെ നിസ്സാരമായ ഒരു കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ നിസ്സാരം എന്ന് പറഞ്ഞാല് ഭൂരിഭാഗം ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എല്ലാ ഡിസീസിലും ഉള്ള ഒരു കാര്യമാണല്ലോ ഇൻഫ്ലമേഷൻ ഉണ്ടാകുക എന്നുള്ളത്. ഒന്നിൽ പ്രൈമറി ആയിട്ടോ അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ടോ ഇൻഫ്ലമേഷൻ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഈ ഇഡിമ അല്ലെങ്കിൽ അനാസർക്ക, ഇഡിമ എന്ന് പറയുന്നത് ഓരോ ലോക്കലൈസ്ഡ് പോർഷൻസിൽ ഉണ്ടാകുന്ന സ്വെല്ലിങ് വിത്ത് അതിനകത്ത് ഇൻഫ്ലമേഷൻ ഉണ്ട്, പെയിൻ കാണും, പെയിൻ ഇല്ലാത്ത സ്വെല്ലിങ് ഉണ്ടാകാറുണ്ട്, വീർത്ത് കെട്ടി നിൽക്കുന്ന അവസ്ഥ, അതായത് സ്വെല്ല് ചെയ്ത് വരിക, അവിടെ ടെമ്പറേച്ചർ ഫീൽ ചെയ്യുക, റെഡ്നെസ്, അതുപോലെ തന്നെ ആ സ്കിന്നിനുണ്ടാകുന്ന ഒരു ഗ്ലൗസിനെസ്, ഇതെല്ലാം തന്നെ ചേർന്നതാണ് നമ്മൾ നീർക്കെട്ട് അല്ലെങ്കിൽ ഇടുമ എന്ന് പറയുന്ന സംഭവം. അത് ബോഡി ഫുള്ളും ആകാം. ആ ബോഡി ഫുള്ള് വരുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ അനാസർക്ക എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇത്രയും നിസ്സാരപ്പെട്ട ഒരു ചെറിയ സ്ഥലത്ത് നീര് വെച്ച് നിൽക്കുന്നു, അതിൻ്റെതായിട്ട് എന്താണ് ഒരു സെഷൻ പറയത്തക്ക രീതിയിൽ ഉണ്ടോ എന്ന് വേണമെങ്കിൽ തോന്നാം. പക്ഷേ നമ്മളുടെ ട്രീറ്റ്മെന്റിനകത്ത് ഇത് എല്ലാവർക്കും എന്ന് വെച്ചാൽ ജൂനിയേഴ്സ് ആണെങ്കിലും സീനിയേഴ്സും എല്ലാവർക്കും കൂടെ അറിയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പൊതുവായി എല്ലാ ഹോമിയോ ഡോക്ടേഴ്സിനും. ഇന്നും രോഗികളും അതുപോലെ പബ്ലിക് പലരും തന്നെ സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണ്, പെട്ടെന്ന് മാറുമോ? ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് കൊണ്ട് വളരെ പെട്ടെന്ന് മാറുമോ? അപ്പം പേഷ്യൻസിന് വളരെ പെട്ടെന്ന് മാറേണ്ട 1-2 കാര്യമാണ്. ഒന്ന് പെയിന്, 2 ടെമ്പറേച്ചർ, 3 ഇൻഫ്ലമേഷൻ, ടോട്ടലി ഈ വരുന്ന സ്വെല്ലിങ്. അത് അവരുടെ ബോഡി ഷേപ്പിനും കൂടെ വ്യത്യാസം വരുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് മാറ്റം വരേണ്ട ചില കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പൊ ഒരു ഫീവർ തന്നെ വന്നാലും ശ്രദ്ധിക്കാറ് ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഏർലി പ്രാക്ടീസില് എനിക്ക് പലപ്പോഴും പല പേഷ്യൻസിന്റെ അടുത്തു നിന്നും എനിക്ക് ആ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. അത് ഡോക്ടറെ പെട്ടെന്ന് അങ്ങ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു ഗുളിക വാങ്ങിച്ചു കൊടുത്തു, അല്ലെങ്കിൽ പെട്ടെന്ന് അവിടെ ഒന്ന് കാണിച്ച് പെട്ടെന്നൊന്ന് നിൽക്കണ്ടേ, അതിനു വേണ്ടിയാ, പിന്നെ വൈകുന്നേരം ഇങ്ങുകൊണ്ട് കാണിക്കാം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നതെന്ന് ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ കാലത്തൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതിന് നേരെ വിപരീതമായി ഇന്ന് ചിലര് കുട്ടികൾക്ക് എക്സാം തുടങ്ങുന്നതിന് മുമ്പ് 9 മണിക്ക് എക്സാം ആണ്. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം 9 ആണ്. എൻ്റെ മോർണിംഗ് അവേഴ്സ് 9 to 1 ആണ്. അപ്പൊ വിളിക്കും, ഡോക്ടർ 8:30 ഒന്ന് വരാൻ പറ്റുമോ, ഇവക്ക് പനിയാ, അപ്പൊ എക്സാമാ അതുകൊണ്ടാ എന്ന് പറയാറുണ്ട്. അപ്പം ആ കാലഘട്ടത്തിന്റെ വർഷങ്ങൾ കഴിഞ്ഞു. ശരിയാണ്, എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ എല്ലാ ജോലിയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ പെട്ടെന്ന് ഇതാകുമ്പോഴത്തേനും 1-2 ഡോസ് കൊടുക്കുമ്പോഴത്തേനും പിന്നെ മാറി, എക്സാം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയാലും പിന്നെ ടെമ്പറേച്ചർ ഇല്ല. മറ്റേത് അങ്ങനല്ല, വേറെ ഒരു സിസ്റ്റം, ഞാൻ സിസ്റ്റത്തിന്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, അവര് ഒരു 6 hours കഴിയുമ്പോൾ എഗെയിൻ പിന്നെയും ടെമ്പറേച്ചർ വരികയാണ് ചെയ്യുന്നത്.
അപ്പൊ ഇതങ്ങനല്ല, 1-2 പ്രാവശ്യം കൊടുത്ത് കയറി കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയാലും പിന്നെ ടെമ്പറേച്ചർ ഇല്ല എന്നുള്ളത് അവർ പറയാറുണ്ട്. അപ്പൊ ഞാൻ അത്ഭുതപ്പെടാറുമുണ്ട് ആ ഒരു കാലഘട്ടത്തിന്റെ വന്ന മാറ്റം എന്താണെന്നുള്ളത്. അതുപോലെ ആ ഫീവർ പോലെ തന്നെ പെയിനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ പെയിന് ഒരു സഡൻ റിലീഫ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് സ്യൂട്ടബിൾ മെഡിസിൻ കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ കാര്യത്തിൽ മാനേജ്മെന്റൂടെ വളരെ അത്യാവശ്യമാണ്. കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മറ്റൊരു സിസ്റ്റത്തിലോട്ട് ഒരു പേഷ്യൻസും പോകത്തില്ല. സിവിയർ പെയിൻ വരുമ്പം അത് സഹിക്കാൻ വയ്യാഴിക വരുമ്പോഴാണ് കൂടുതലും ഒരു സിസ്റ്റം വിട്ട് മറ്റൊരു, അതായത് പ്രത്യേകിച്ച് ഹോമിയോപ്പതി വിട്ടു പോകാനുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ ഈ ചർച്ചയിൽ ഈ ഇഡിമ എന്ന് പറയുന്ന കാര്യം തന്നെ എടുത്തൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. ഒരുപാട് സാധാരണ രീതിയിൽ ഞാൻ സെഷനിൽ ഓരോ സെഷനിലും സംസാരിക്കുമ്പം ഓരോ കേസിനെ കുറിച്ച് പറഞ്ഞ് സമയം തികയാതാണ് മിക്കവാറും ഞാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് 1-2 കേസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കോമൺ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട് അത് പറഞ്ഞു തീർക്കണം. അതുകൊണ്ട് വളരെ കുറച്ച് 1-2-3 അത്രേ എടുത്തിട്ടുള്ളൂ. ഇത് എല്ലാവർക്കും പൊതുവായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇഡിമ എന്ന് പറയുന്നത് നമുക്ക് ഫിസിയോളജിക്കലി ഒരുപാട് റീസണിൽ നമുക്ക് ഉണ്ടാകാറുണ്ട്, പത്തോളജിക്കലി ഉണ്ടാകാറുണ്ട്. അതിലെ ഈ ഫിസിയോളജിക്കലി ഉണ്ടാകുന്ന നീർവീക്കം എന്ന് പറഞ്ഞാല് അത് അതിൻ്റെ ഇടയ്ക്ക് ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ. ഇഡിമ 2 തരത്തിലുണ്ട്. ഒന്ന് പിറ്റിങ്ങും ഒന്ന് നോൺ പിറ്റിങ്ങുമാണ്. സാധാരണ രീതിയിലുള്ള എല്ലാ ഇഡിമയും നമുക്ക് ജസ്റ്റ് ഫിസിക്കൽ എക്സാമിനേഷന്റെ ടൈമിൽ ഒന്ന് പിടിച്ചമർത്തി നോക്കിയാൽ, കാലിലാണെങ്കിലും കയ്യിലാണെങ്കിലും ഒക്കെ പിടിച്ചമർത്തിയാൽ അവിടെ ഒരു കുഴി പോലെ വീഴുന്ന ഇഡിമയാണ് ഭൂരിഭാഗവും ഉള്ളത്. ചില തൈറോയിഡിന്റെ കേസിൽ, ലിംഫാറ്റിക് ഡിസോർഡേഴ്സ്, അതായത് എലിഫന്റിയാസിസ്, ഇങ്ങനെയൊക്കെയുള്ള കേസസിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോൺ പിറ്റിങ് ഇഡിമ, അവിടെ ഒരു ആഴത്തിൽ ഒരു കുഴി പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കേസ് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഫിസിക്കൽ എക്സാമിനേഷനും കൂടെ നമ്മൾ ചെയ്ത്, കാരണം ഇഡിമ എന്ന് പറയുന്ന വെളിയിലോട്ട് കാണുന്ന ഒരു സിംറ്റം മാത്രമാണ്. അത് ഒരു ഡിസീസിൽ നിന്നുമാണ് അത് ഉണ്ടാകുന്നത്, അല്ലാതെ ഫിസിയോളജിക്കലി ഉണ്ടാകും. അത് റീസൺ നമ്മൾ ചോദിക്കും. ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ് ഹെഡ് ടു ഫുട്ട് ഉള്ള സിംറ്റംസ് എടുക്കുകയും എന്തൊക്കെയാണ് ഏതൊക്കെ കോസ് ചെയ്യുന്ന വന്നതെന്നും ക്രോണിസിറ്റി ഇതൊക്കെ നമ്മൾ അന്വേഷിച്ച് നമുക്ക് ഒരു ട്രീറ്റ്മെന്റിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു ഫിസിക്കൽ എക്സാമിനേഷനോടെ മാക്സിമം നമ്മൾ ഓരോ ഡിസീസിന്റെ സമയത്തും വരുന്ന പേഷ്യന്റിനെ അവരുടെ ടെമ്പറേച്ചറോ BP-യോ അവരുടെ ആ പോർഷൻ, കാരണം അതൊക്കെയും വളരെയധികം സാറ്റിസ്ഫാക്ഷൻ പേഷ്യന്റിന് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവ എന്തോ ചെയ്തു, നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, ഇന്ന മെഡിസിൻ ആണെന്നറിയാം, ഇന്ന കാര്യമാണെന്നറിയാം. പക്ഷെ അവർക്കത് മനസ്സിലാക്കി കൊടുക്കുക. ഇന്നത്തെ കാലത്ത് ഏതൊരു കാര്യവും എവിടെ പോകുന്നതിന് മുമ്പും ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഇതെങ്ങനെയൊക്കെയാണ്, എന്നെ ഇങ്ങനെയൊക്കെ ഫിസിക്കൽ എക്സാമിനേഷനൂടെ ചെയ്തു, എന്റെ സിംറ്റംസ് എല്ലാം ചോദിച്ചു, എന്നിട്ടാണ് എനിക്ക് ട്രീറ്റ്മെന്റ് തന്നെങ്കിൽ അവർ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് ആ രീതിയിലും ഞാൻ കൂടുതലും പറയാൻ കാരണം, എല്ലാവർക്കും ഇന്നുള്ള ജൂനിയർ ഡോക്ടേഴ്സിന് കൂടുതലും നോളജ് ഉണ്ട് എല്ലാ കാര്യത്തിലും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളാണ് ഇനി മുമ്പോട്ട് കൊണ്ടുപോകുന്നവർ, വേണം വളരെ ശ്രദ്ധിച്ച് ഈ ഒരു സിസ്റ്റത്തിനെ കൊണ്ടുപോകാനായിട്ട്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നിൽക്കാൻ വേണ്ടി വളരെ അധികം നമ്മൾ ശ്രദ്ധിച്ചു വേണം എല്ലാ കാര്യവും ചെയ്യാൻ. അപ്പൊ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഫിസിക്കൽ എക്സാമിനേഷനും എല്ലാം തന്നെ ചെയ്തിരിക്കണം. പണ്ട് എൻ്റെ ചെറുപ്പത്തിലെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. നമ്മളൊരു കംപ്ലൈന്റ് പറയാൻ ചെന്നാൽ കണ്ണടച്ചിരുന്നിട്ടാണ് അദ്ദേഹം ആ കംപ്ലൈന്റ്സ് മുഴുവൻ കേൾക്കുന്നത്. പക്ഷേ ആപ്റ്റായിട്ടുള്ള മെഡിസിനാണ് തരുന്നതും, അതുകൊണ്ട് ക്യൂർ കിട്ടുകയും ചെയ്യും. പക്ഷെ ഇന്നത്തെ കാലത്ത് ആ കണ്ണടച്ചിരുന്നാല് പേഷ്യൻസ് മറ്റുള്ളിടത്ത് അങ്ങ് പോകും, മറ്റുള്ള സിസ്റ്റം കൂടെ വേണേൽ തേടി പോകും. ഇതൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് അതൊക്കെ നമ്മൾ വളരെയധികം നല്ല കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനിയും അറിയാമല്ലോ, വാട്ടർ റീറ്റൻഷൻ വരുന്ന ഒരു സംഭവമാണ്. അത് കൂടുതലും നമുക്ക് ലോവർ പോർഷൻ ഓഫ് ബോഡിയിൽ, ലെഗിലാണ് കൂടുതലായിട്ട്, ആംഗിളിൽ ഒക്കെയാണ് ഈ ഒരു സ്വെല്ലിങ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കൂടുതലായിട്ട്. പിന്നെ ഫേസിൽ തന്നെ ആണെങ്കിലും പഫിനെസ് ഓഫ് ഫേസ്, ബ്ലോട്ടിംഗ് ഓഫ് ദ അബ്ഡമൻ, അതായത് ആ ഡയഫ്രത്തിന്റെ മുകളിലെ ചെസ്റ്റിന്റെ കംപ്ലൈൻറ്റ്സ് എന്താണെങ്കിലും, പൾമണറി കംപ്ലൈൻറ്റ്സ് ആണെങ്കിലും ഹാർട്ടിന്റെ കംപ്ലൈൻറ്റ്സ് ആണെങ്കിലും വയറിന്റെ അടിയിലായിട്ട് കൂടുതൽ സ്വെല്ലിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫ്ലക്ച്വേഷൻ ഓഫ് ബോഡി വെയിറ്റ്, ബോഡി വെയിറ്റിൽ വ്യത്യാസം വരും.
പലരും പറയും രാവിലെ ഇടുന്ന പിന്നെ ഉടുപ്പ് അല്ലെങ്കിൽ ഏതാന്ന് വെച്ചാൽ ബ്ലൗസ് അവർക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേന് ആ ബ്ലൗസിന്റെ കൈ കയറുന്നില്ല, ഉടല് കയറുന്നില്ല എന്നൊക്കെയുള്ള പരാതി പറയുന്നവരുണ്ട്. സ്റ്റിഫ്നെസ് ഓഫ് ജോയിന്റ്സ്, ഏക്കിംഗ് ഓഫ് ദ ബോഡി പാർട്സ്, ഇതെല്ലാം തന്നെ ഈ ഒരു സ്വെല്ലിങ്ങിന്റെ, അതായത് വാട്ടർ റീറ്റൻഷൻ വന്നിട്ട് നമ്മുടെ ഇന്റർ സെല്ലുലാർ സ്പേസിൽ വരുന്ന വാട്ടർ കളക്ഷൻ ആണ് ഈ നീരെന്ന് പറയുന്ന സംഭവം. അത് പല റീസൺ കൊണ്ടും ഉണ്ടാകാം. ചില കാപ്പിലറീസ്, BP പ്രഷർ, ആ കാപ്പിലറീസിലെ പ്രഷർ കൂടിയിട്ട് അത് പൊട്ടിയിട്ടാണേലും ആ ഇന്റർ സെല്ലുലാർ സ്പേസിലേക്ക് ഈ ഒരു ഫ്ലൂയിഡ് ചെന്നിട്ട് നീർക്കെട്ടുണ്ടായി നിൽക്കും. അത് പലവിധമായിട്ടുള്ള ഡിസീസ്ഡ് കണ്ടീഷനിലും ആണ് അങ്ങനെയുള്ളത് കൂടുതലായിട്ട് നമുക്ക് കാണുന്നത്. ഞാൻ അതിലേക്ക് വരാം. ഫിസിയോളജിക്കലി ഞാൻ പറഞ്ഞല്ലോ, ഈ സ്വെല്ലിംഗ് ഉണ്ടാകുന്നത് കൂടുതൽ സമയം, ഒരുപാട് പേരുണ്ട് ദൂരെ യാത്ര കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരുപാട് സമയം കാല് തൂക്കിയിട്ടിരുന്നു, അല്ലെ ഒരുപാട് സമയം നിന്നു, ചില പ്രോഗ്രാം ഒക്കെ കാണാൻ പോകുമ്പോൾ അങ്ങനെയുള്ളവരുടെ കാലിലാണ് അത് സ്വെല്ലിങ് നമ്മളെ അവർ കാണിച്ചു തരാറുണ്ട്, കാണാൻ സാധിക്കും നമുക്ക് ആ ഉയർന്നു നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥ വരുമ്പോൾ എന്താണ് കോസ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ ഇന്നലെ തുടങ്ങിയതേ ഉള്ളൂ, ഈ ഒരു പ്രോഗ്രാമിന് പോയി വന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യാത്ര കഴിഞ്ഞ് വന്നപ്പോഴാണ് എന്ന് പറഞ്ഞാൽ അതിന് ജസ്റ്റ് നമുക്ക് പ്രത്യേകിച്ച് മെഡിസിൻ കൊടുക്കാതെ തന്നെ അവര് ഒന്ന് ടെലിഫോണിൽ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ തന്നെ നമുക്കത് പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ. കാല് പൊക്കി വെച്ചിരിക്കുക, ബാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെയിൻ ബാമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പരട്ടുക, ചെറിയതായിട്ടൊന്ന് ചൂട് വെക്കുക, ഒരു 2 days കൊണ്ട് അതങ്ങ് മാറിക്കിട്ടും. മാറേണ്ടതാണ്, അതൊരു ഫിസിയോളജിക്കലി കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ സോൾട്ട് ഡയറ്റ്, ചിലർക്കുണ്ട് ഉപ്പ് ഒരുപാട് താല്പര്യമുള്ള ആൾക്കാരുണ്ട്, അത് ചെല്ലുകയും അതുപോലെ തന്നെ വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി ഉള്ളവരിലും. അപ്പൊ ഈ ഒരു കേസിൽ വരുമ്പോഴത്തേന് ഇവരുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ നമ്മളോട് ഡയറക്റ്റ്ലി പറയാനാണെങ്കിൽ ചോദിക്കണം. അതിൻ്റെ അകത്ത് വൈറ്റമിൻ B ചെല്ലുന്ന കറക്റ്റായിട്ട് അതിന്റെ എമൗണ്ട് കിട്ടത്തക്ക രീതിയിലുള്ള ഫുഡ് ഹാബിറ്റ്സ് ആണോ അവർക്കെന്നുള്ളത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. നമുക്ക് ഹോമിയോ മെഡിസിൻ തന്നെ ഉണ്ട്, വൈറ്റമിൻ B കൊടുക്കുന്ന മെഡിസിൻസ് ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ കോംപ്ലിമെന്ററി മെഡിസിൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഹോർമോണൽ ഫ്ലക്ച്വേഷൻ, ഒരുപാട് പേരും പീരീഡ്സ് ആകുന്നതിന് അവർ പറയും പീരീഡ്സ് ആകുന്നതിന് ഒരു 5 days മുമ്പ് മുതൽ ബോഡി വെയിറ്റ് വ്യത്യാസം വരുന്നു. അത് ഈ പറഞ്ഞ പോലെ തന്നെ ബ്ലൗസും ഇടുന്നതൊന്നും ഡ്രസ്സ് നിങ്ങൾക്ക് പാകമാകുന്നില്ല, ബോഡിക്ക് ഫുള്ളായിട്ടൊരു അതായത് അനാസർക്ക എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു സെൻസേഷൻ ഉണ്ടാകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 99% ലേഡീസും ഇത് സഫർ ചെയ്യുന്നതാണ്. അവർക്ക് ആ പീരീഡ്സ് തുടങ്ങി ജസ്റ്റ് 2nd day ആകുമ്പോഴത്തേന് ഈ ഒരു അവസ്ഥ മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് നമുക്ക് മെഡിസിൻ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പ്രഗ്നൻസി പീരീഡിലെ കാലിലെ നീർക്കെട്ട് ഭൂരിഭാഗം ആൾക്കാർക്കും ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതൊക്കെ അമിതമായിട്ട് പോയാൽ, അതായത് ഒരു എലിഫന്റിയാസിസ് പോലൊക്കെ ഉള്ള ഒരു അവസ്ഥ, അതുപോലെ നീർക്കെട്ട് വന്ന് നമുക്ക് കാല് നിലത്തോട്ട് വെക്കാൻ വയ്യെങ്കിൽ ബ്രയോണിയൊക്കെ നല്ല മെഡിസിനാണ്, ആ സമയം കൊടുക്കുക എന്നുള്ളതല്ലാതെ ഒരു നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഏതൊക്കെ റീസൺ ഇങ്ങനെ സ്വെല്ലിംഗ് ഉണ്ടാകാം, ഇതൊരു ഫിസിയോളജിക്കൽ സാധാരണ ഉണ്ടാകുന്ന ഒരു നീർക്കെട്ടാണ്, അതിന് പ്രത്യേകിച്ച് മെഡിസിൻസ് വേണ്ട എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ 2 പതോളജിയും ഫിസിയോളജിയും തമ്മിലുള്ള വ്യത്യാസം പറയുന്നേ ഉള്ളൂ. തീരെ വളരെ സഹിക്കാൻ വയ്യാത്ത രീതിയിലുള്ള സ്വെല്ലിംഗ് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന് സൂട്ടബിൾ ആയിട്ടുള്ള മെഡിസിൻസ് തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. പിന്നെ ചില മെഡിക്കേഷൻ, അതായത് അത് നമ്മുടെ മെഡിസിൻസ് അല്ല, അനാൽജസിക്സോ അല്ലെങ്കിൽ ബർത്ത് കൺട്രോൾ പിൽസ്, ആന്റി ഹൈപ്പർടെൻസീവ് പിൽസ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ആ മെഡിസിൻ കൊണ്ടുള്ള ബാഡ് എഫക്റ്റ് ആൻഡ് സൈഡ് എഫക്റ്റ്, അങ്ങനെ അത് ആ മെഡിസിൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്താൽ മതി. ഇത് സ്ലോലി ആ ഒരു സ്വെല്ലിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മളിൽ നിന്നങ്ങ് മാറിപ്പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഗ്രാവിറ്റി വ്യത്യാസം വരുന്ന അവസരത്തിൽ ഒരുപാട് ഉയർന്ന സ്ഥലത്ത് നമ്മൾ താമസിക്കാനായിട്ട് കുറച്ച് നാൾ പോയാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഒരു ചേഞ്ചസ്, അത് സ്ലോലി ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് ആ ഒരു ജോഗ്രഫിക്കൽ സ്ഥലവുമായിട്ട് നമ്മൾ അടുത്തിടപഴകി കഴിയുമ്പോഴത്തേന് അതങ്ങ് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹോട്ട് വെതറിൽ അതുപോലെ ബോഡിയിൽ സ്വെല്ലിംഗ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. പക്ഷേ പതോളജിക്കലി, അതായത് മെഡിക്കൽ കണ്ടീഷനിൽ ഉള്ള അവസ്ഥകൾ ഒരുപാടുണ്ട്. അത് കിഡ്നി ഡിസീസ്, ഹാർട്ട് ഡിസീസ്, ലങ് ഡിസീസ്, ലിവർ ഡിസീസ്, എല്ലാം ഒരുപാട് വെറൈറ്റി ഓഫ് ഡിസീസ് ഉണ്ടല്ലോ ഇതിലൊക്കെ. ഈ ഒരു ഓർഗനിലെല്ലാം തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് ഡിസീസസ് നമുക്ക് കാണാൻ പറ്റും. ഹൈപ്പർ തൈറോയിഡിസം, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ലൂപ്പസ് പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഇതിലൊക്കെ തന്നെ ഈ ഒരു കണ്ടീഷൻ, അതായത് സ്വെല്ലിങ്, അത് അനാസർക്കയായിട്ടാണെങ്കിലും ലോക്കലി ഉള്ള ഇഡിമാറ്റസ് കണ്ടീഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതില്
ഞാൻ പറഞ്ഞ ഈ ഫിസിയോളജിക്കലി അല്ലാത്ത കണ്ടീഷനിൽ വരുമ്പം നമുക്ക് അവരുടെ എന്താണ് ഡിസീസ് എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ കൺഫേം ചെയ്യണം. ഇപ്പൊ ഹാർട്ടിന്റെ ഡിസീസ് ആണ് അവർക്കുള്ളതെങ്കിൽ ആ പമ്പിങ് മെക്കാനിസം, അതായത് ഇപ്പൊ തന്നെ കാർഡിയോ മയോപ്പതി എന്ന് പറയുന്ന ആ കണ്ടീഷനിലെ ഹാർട്ടിന്റെ ഭിത്തിക്കെല്ലാം വളരെ കട്ടി വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള പമ്പിങ് അവർക്ക് നടക്കത്തില്ല. ബ്ലഡ് റീടെൻഷൻ ഉണ്ടാകും, എസ്പെഷ്യലി ലോവർ പോർഷൻ ഓഫ് ദ അബ്ഡമൻ, അത് അപ്പർ പോർഷൻ ഓഫ് ദ അബ്ഡമൻ. അതുപോലെ തന്നെ കാലില് ആംഗിളിലൊക്കെയുള്ള നീര്, ഈ ആംഗിളിലെ ഈ സ്വെല്ലിങ് കണ്ടാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടത് ഫസ്റ്റ് ഹാർട്ട് കണ്ടീഷൻ, എന്തെങ്കിലും ഹാർട്ടിന് ബുദ്ധിമുട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള ഡിസീസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു സംഭവം. അപ്പൊ ഇത് ലെഗില് നമുക്ക് കാണാൻ സാധിക്കും, വളരെ സ്വെല്ല് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥ. ഇത് വെയിനില് അറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു ടിഷ്യൂസിൽ ഉണ്ടാകുന്ന വാട്ടർ കളക്ഷൻ ആണ് അത്. ബ്ലഡ് വെസൽസ്, ഞാൻ ഒരുപാട് പതോളജി പറയുന്നില്ല, കാരണം പതോളജിക്കലി പോകാതെ സിംറ്റമാറ്റിക്കലി കൂടുതലും ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടീഷൻ ഇതാന്ന് നമ്മൾ മനസ്സിലാക്കണം, ഹാർട്ടിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഡിസീസ് ആണോ എന്നുള്ളത്. അത് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഒന്നാമത് ഫുൾ സിംറ്റംസ് എടുത്താൽ തന്നെ മനസ്സിലാകും. അല്ലാതെ ECG അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ EEG ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും എന്താണ് ഹാർട്ടിന്റെ കംപ്ലൈന്റ് എന്നുള്ളത്. ആ പ്രോപ്പറായിട്ടുള്ള ഹാർട്ടിന്റെ മെഡിസിൻ കൊടുക്കുന്നതിന്റെ കൂട്ടത്തില് ഈ സ്വെല്ലിങ് കണ്ടാല് കൊടുക്കാൻ പറ്റുന്ന മെഡിസിന് അപ്പോസൈനോ എന്ന് പറയുന്നത് ഏത് ഡിസീസ്ഡ് കണ്ടീഷനിലും നമുക്ക്, അതായത് ലിവറിന്റെ കംപ്ലൈന്റ് ആണെങ്കിലും ലങ്ങിന്റെ കംപ്ലൈന്റ് ആണെങ്കിലും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു മെഡിസിൻ ആണ്. ബെസ്റ്റ് വൺ ആണ് ഡിജിറ്റാലിസ്. കാരണം അതിൻ്റെ അകത്ത് ഹാർട്ടിന്റെ കംപ്ലൈൻറ്റ്സ് മുഴുവൻ കവർ ചെയ്യുന്നത് കൂടാതെ, സാധാരണ മറ്റേ ട്രാറ്റാജിയസും ഒക്കെ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്, പക്ഷേ ഈ സ്വെല്ലിങ് കണ്ടാൽ ഡിജിറ്റാലിസ് എന്ന് പറയുന്ന മെഡിസിൻ നമ്മൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം. ഡിജിറ്റാലിസ് 3x കൊടുത്താൽ മതി. ത്രൈസിനിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്വെല്ല് ചെയ്ത് നിൽക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ റിഡ്യൂസ് ചെയ്ത്, എനിക്ക് എൻ്റെ അനുഭവത്തിൽ കിട്ടിയ കേസിൽ സെക്കൻഡ് ഡേയിൽ തന്നെ സ്വെല്ലിങ് ഒരു 3/4 കുറഞ്ഞു. പിന്നെ തുടർന്നുള്ള എങ്ങനെയും 1 വീക്ക് കൊണ്ട് തന്നെ അവർക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് സാധിച്ചു. ചെസ്റ്റിനകത്ത് ഇത് നീര് കെട്ടിയിട്ട് അവർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു, ഒട്ടും ഒരു സ്റ്റെപ്പ് പോലും നടക്കാൻ വയ്യായിരുന്നു. അതൊക്കെ വളരെ ഒരു സെക്കൻഡ് ഡേ കൊണ്ട് തന്നെ അതിന് വ്യത്യാസം വന്നു. ഡിജിറ്റാലിസ് അതുകൊണ്ട് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു മെഡിസിൻ ആണ് അത്. ഹാർട്ട് കംപ്ലൈന്റ് എന്ന് കണ്ടാൽ, ഈ സ്വെല്ലിംഗ് കൂടെ കണ്ടാൽ ഡിജിറ്റാലിസ് കൊടുക്കാതിരിക്കരുത്. ബാക്കി മെഡിസിൻസ് വേറെയൊക്കെ നമുക്ക് എടുക്കും, കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രഗും ഒക്കെ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് കോംപ്ലിമെന്ററി ഡ്രഗ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഡിജിറ്റാലിസ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു റയറായിട്ടുള്ള ഒരു ടിഞ്ചറാണ് ഈഗിൾ മർമോഡസ്. അത് ഈഗിൾ ഫോളിയ, ഈഗിൾ മർമോഡസ് ബെൽ ഫ്രൂട്ടിൽ നിന്ന് എടുക്കുന്നതാണ്. ഈ ടിഞ്ചറും നമുക്ക് ത്രൈസിനിടെ കൊടുത്താല് ഈ സ്വെല്ലിംഗ് എന്ന് പറയുന്ന അവസ്ഥ, ഞാൻ പറഞ്ഞല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രഗ് കണ്ടുപിടിച്ചോളണം, അല്ലാതുള്ള ഹാർട്ടിന്റെ റെമഡീസ് ഏതാണെന്ന് വെച്ചാൽ നോക്കി അത് കൊടുക്കണം. അതിന്റെ കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ടിഞ്ചറാണ് ഇത്. കോൺവലേറിയയും നമുക്കത്, കോൺവലേറിയ മേജാലിസ് എന്ന് പറയുന്ന ടിഞ്ചറും ഇതിനു വേണ്ടി കൊടുക്കാൻ സാധിക്കും. അതിൻ്റെ അകത്ത് പ്രത്യേകം കോൺവലേറിയയ്ക്ക് അത് പറയുന്നുണ്ട്, സ്ലഗിഷ് ആക്ഷൻ ഓഫ് ഹാർട്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പമ്പിങ് മെക്കാനിസത്തിൽ ഉണ്ടാകുന്ന പ്രശ്നത്തിലാണ് കൂടുതലും നമുക്ക് ഈ ഒരു സ്വെല്ലിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഇടിമ ഉണ്ടാകുന്നത്. അപ്പം ഈ രണ്ട് ഇതും ഡിജിറ്റാലിസിന്റെ കൂടെ തന്നെ ഇത് രണ്ടും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ സ്വെല്ലിങ്ങിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ഹാർട്ട് റെമഡീസ് വേറെ ഒരുപാടുണ്ട്. ഹാർട്ടിന്റെ കണ്ടീഷൻ നോക്കി അത് കൊടുത്ത് അതിന്റെ കൂടെ കൊടുക്കാൻ ഉള്ള മെഡിസിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ ഹാർട്ട് ഫെയിലിയർ പോലും ആകുന്ന സ്ട്രോഫാന്തസും നല്ലതാണ് ടിഞ്ചർ. അത് ഹാർട്ടിന്റെ ആക്ഷൻ ഇതുപോലെ വീക്ക് ആകുകയും അതുപോലെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയതാണ് ഈ സ്ട്രോഫാന്തസ് എന്ന് പറയുന്ന ടിഞ്ചറും. അങ്ങനെ ആക്ച്വലി ഉള്ള ഹാർട്ടിന്റെ കംപ്ലൈന്റിന്റെ മെഡിസിൻസ് ഞാൻ പറഞ്ഞിട്ടില്ല, ഈ സ്വെല്ലിംഗ് ഉണ്ടാകുന്ന സമയത്ത് കൊടുക്കേണ്ട മരുന്നിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി 2 കിഡ്നി ഡിസീസ്, ഹാർട്ടും കിഡ്നി ലങ്സ് ഇങ്ങനെയൊക്കെയുള്ള ഓർഗൻസിനുള്ള ഡിസീസ്ഡ് കണ്ടീഷനിലാണ് നമുക്ക് കൂടുതലായിട്ടും, അതും ഭയപ്പെടേണ്ട കാര്യവും കൂടെ ആണല്ലോ സ്വെല്ലിംഗ് ഉണ്ടാകുന്നതിനെ കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം കിഡ്നി ഡിസീസിന്റെ കേസിലും
ഇതുപോലെ തന്നെ നമുക്ക് അറിയാമല്ലോ കിഡ്നി ഏത് ഓർഗൻ ആണെന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതിനുശേഷം കിഡ്നി ഡിസീസിൽ ഈ അനാസർക്ക ഫോം ചെയ്യുകയാണെങ്കിൽ കുപ്രം ആഴ്സനിക്കം 3x അത് വളരെ നല്ല കാരണം പെട്ടെന്ന് ഒരു കിഡ്നി ഡിസീസ് വരുമ്പോൾ നമുക്ക് യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ ഇതിന് മൂന്നിനുമാണ് വേരിയേഷൻസ് ഉടനെ തന്നെ അത് അപ്പർ ഗ്രേഡിലേക്ക് പോകുന്നത്. എസ്പെഷ്യലി ക്രിയാറ്റിനിന്റെ അളവ് വളരെ പെട്ടെന്ന് നോർമലാകും. വിത്തിൻ 2 days തന്നെ നോർമലാകും. കുപ്രം ആഴ്സനിക്കം 3x അതും ത്രൈസിൻ ഡേ കൊടുത്താൽ ബിഫോർ ഫുഡ് എന്നുള്ള രീതിയിൽ കൊടുത്താൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ, അതുപോലെ യൂറിയാനിലും യൂറിക് ആസിഡിനും എല്ലാം തന്നെ വ്യത്യാസം ഉണ്ടാവുകയും അപ്പൊ കിഡ്നി ഫംഗ്ഷൻ കൂടും. കിഡ്നിയുടെ ഫംഗ്ഷൻ കൂടി ബ്ലഡ് സർക്കുലേഷൻ കൂടി കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു അനാസർക്ക എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് വളരെയധികം മാറ്റം നമുക്ക് സംഭവിക്കും. സിറം ആംഗിള്, അതായത് ഈൽ സിറത്തിൽ നിന്ന് എടുക്കുന്ന 6x സിറം ആംഗിള് എന്ന് പറയുന്ന ഈ ഒരു മെഡിസിനും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സംഭവമാണ്. എനിക്ക് ഒരിക്കൽ കിട്ടിയ ഒരു കിഡ്നി കംപ്ലൈന്റില് ഫാമിലിയോടെ അവർക്ക് കിഡ്നി സെൽസ് അങ്ങ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്, ഷ്രിങ്ക് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിൽ ഈ കുട്ടിയുടെ എൻ്റെ അടുത്ത് വരുന്നപ്പോൾ അവനൊരു 10-18 വയസ്സുണ്ട്. അവന്റെ 2 അങ്കിളുമാര്, മദറിന്റെ ഗ്രാൻഡ് മദറിന്റെ ബ്രദർ, ഇവരെല്ലാം തന്നെ ഈ ഒരു അവസ്ഥയില് ഷ്രിങ്കിങ് ഓഫ് ദ കിഡ്നി എന്ന് പറയുന്ന ഒരു അവസ്ഥയില് എല്ലാവരും മരണപ്പെടുകയാണ് ചെയ്തത്. അവർക്കൊക്കെ തന്നെ അലോപ്പതി മെഡിസിൻ ഇവിടുത്തെ വളരെ പ്രശസ്തമായ ഹോസ്പിറ്റലിൽ തന്നെ കൊടുത്തിട്ട് പ്രയോജനം കിട്ടിയില്ല എന്നുള്ള പേരിലാണ് ഇവനെ ഹോമിയോപ്പതി എന്ന് പറയുന്നതിലേക്കൊന്ന് മാറ്റാം എന്നുള്ള രീതിയിലേക്ക് വന്നത്. കുട്ടി പിന്നെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പം ഈൽ സിറം ഇത് വളരെയധികം പ്രയോജനം കണ്ടു. ഓരോ തവണത്തെ ബ്ലഡ് ടെസ്റ്റിൽ നിന്ന് കാണുന്ന ആ റിസൾട്ടിൽ നിന്ന് വ്യത്യാസം കണ്ട ഒരു സംഭവമാണ് ഈ സിറം ആംഗുലേ എന്ന് പറയുന്ന അത് 6x. അരാലിയ ഹിസ്പിഡ അത് 30 കൊടുത്താലും മതി. അതും കിഡ്നി ഡിസീസിന്റെ സമയത്ത് ഈ സ്വെല്ലിംഗ് ഉണ്ടായാൽ നമുക്ക് വളരെയധികം പ്രയോജനപ്പെടും. പിന്നെ ആഴ്സനിക് ആൽബം 30 അത് വളരെ നമ്മളുടെ എല്ലാ ഹോമിയോപ്പതി ഡോക്ടേഴ്സിന്റെയും സന്തത സഹചാരിയാണ് ആഴ്സനിക് ആൽബം എന്ന് പറയുന്ന ഒരു സംഭവം. അത് കവർ ചെയ്യാത്ത ഡിസീസ് ഉണ്ടോ? സത്യത്തിൽ ഒന്നും തന്നെ ഇല്ല. ഈവൻ നമുക്കൊരു പാൻഡമിക് വന്നപ്പോൾ പോലും നമ്മളെ ഹെൽപ്പ് ചെയ്ത നമ്മുടെ പ്രൊഫൈലാറ്റിക് ഡ്രഗ് എന്ന് പറയുന്ന സംഭവമാണ് ആഴ്സനിക് ആൽബം 30. അപ്പം ആ ആഴ്സാൽബ് ഒരുപാട് പ്രയോജനപ്പെടും ഏത് കണ്ടീഷനിലും. ഇനി ഹാർട്ടിന്റെ ആയിക്കോട്ടെ, ലങ്ങിന്റെ ആയിക്കോട്ടെ, കിഡ്നിയുടെ ആയിക്കോട്ടെ, ഏതൊരു സംഭവത്തിലും ഈ ഒരു ഇഡിമാറ്റിക് കണ്ടീഷൻ വന്നാൽ, അനാസർക്ക ആണെങ്കിലും വന്നാലും ആഴ്സനിക് ആൽബം നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു മെഡിസിനാണ്. ലൈക്കോപോഡിയം നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം ലൈക്കോപോഡിയം നല്ലൊരു കിഡ്നി മെഡിസിനാണ്. കിഡ്നിയുടെ ഏതൊരു ഡിസീസിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. ഇൻക്ലൂഡിങ് സ്റ്റോൺ ഉണ്ടായാലോ അല്ലാതെ തന്നെ ഈവൻ ഡയബറ്റസ് കേസിൽ. കാരണം കിഡ്നിയുടെ കാര്യം പറയുമ്പം ഡയബറ്റസ് എന്ന് പറയുന്നത് വളരെ കൺട്രോൾ ചെയ്തങ്ങ് പോയാൽ അത് ആപത്തില്ലാതെ പോകും. എന്നിരിക്കലും വളരെ പെട്ടെന്ന് തന്നെയാണ് കിഡ്നിയുടെ ഫങ്ഷനുള്ള പ്രോബ്ലംസ്. എനിക്ക് തോന്നുന്നത് കൂടുതലും എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഡയബറ്റസ് പേഷ്യൻസില് കൂടുതലും കോംപ്ലിക്കേഷൻ പെട്ടെന്ന് പിടിക്കുന്നത് കിഡ്നിക്കായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള കണ്ണുണ്ട്, അല്ലെങ്കിൽ പിന്നെ നെർവസ് സിസ്റ്റത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. പാൻക്രിയാസിന്റെ പിന്നെ ബീറ്റാ സെൽസ് നശിച്ചു പോവുകയാണല്ലോ ചെയ്യുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിലും കിഡ്നിയുടെയാണ് കോംപ്ലിക്കേഷൻ ഫസ്റ്റ് വെളിയിലോട്ട് വരുന്നത്. ബാക്കിയുള്ളതൊക്കെ പിന്നെ സ്ലോലി ഓരോന്നോരോന്നായിട്ട് ഹാർട്ട് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ വരത്തുള്ളൂ. അപ്പൊ ലൈക്കോപോഡിയം നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഒരു അനാസർക്ക എന്ന് പറയുന്ന കണ്ടീഷനിൽ ഈ കിഡ്നി ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഇത്രയും മെഡിസിന്. ഇത് കൊടുത്താൽ നമുക്കറിയാം നെക്സ്റ്റ് മന്ത് ഒരു 15 days കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ ബ്ലഡ് ടെസ്റ്റ് നടത്തിയാൽ യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ ഇത് മൂന്നും നോർമൽസിയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവരെല്ലാം ഈ മേളിൽ പറഞ്ഞ അതും കുപ്രം ആഴ്സനിക്ക് നമ്പർ 1 ആണ്. ആഴ്സാലും അതുപോലെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്തത് ലങ് ഡിസീസ്. ഈ പൾമണറി ഡിസീസിലും ആ സമയത്ത് നമുക്ക് മറ്റുള്ളതൊക്കെ ഈ അനാസർക്ക ഫോം ചെയ്തിട്ട് ചില പോസ്റ്ററിൽ ഇരിക്കുമ്പോഴെങ്കിലും നമുക്ക് ശ്വാസം ഒന്ന് എടുക്കാനോ ആ ബ്രീത്ത്ലെസ്നെസ്സോ ഒക്കെ വളരെ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ ലങ് ഡിസീസ് വരുമ്പോൾ എസ്പെഷ്യലി ഒരു എംഫസീമ എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷൻ ആകുമ്പോഴത്തേന് എങ്ങനെ ഇരുന്നാലും ഓൾവേസ് നമുക്ക് ആ ബ്രീത്ത്ലെസ്നെസ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ബ്രീത്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഉള്ളൂ. അപ്പം വീസിങ്, ബ്രീത്ത്ലെസ്നെസ്, വെയിറ്റ് ഗെയിന്,
ലോവർ എക്സ്ട്രിമിറ്റീസിലുള്ള സ്വെല്ലിങ്, ഇതെല്ലാം തന്നെ ഈ ലങ്ങിന്റെ അവസ്ഥയിലും നമുക്കുണ്ടാകും. ഏത് പൾമണറി ഡിസീസ് വന്ന് അതൊരു ക്രോണിസിറ്റിയിലേക്ക് പോയാൽ ഇതുപോലെ തന്നെ നീര് വെച്ച് വീങ്ങുന്ന ഒരവസ്ഥ ലങ് പ്രോബ്ലംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോസൈനം വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോസൈനം ഇതല്ല, ഹാർട്ടിന്റെ കംപ്ലൈന്റിനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അപ്പോസൈനം ടിഞ്ചർ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ 3x കൊടുത്താലും മതി. അസറ്റിക് ആസിഡ് നമ്പർ 1 ഒരു മെഡിസിൻ ആണ്. എപ്പോഴും ഓർത്തിരിക്കണം, അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാക്ടസ്, ലഡംപാല്, കാലികാർബ്, നമുക്കറിയാം സാധാരണ വൈവായ്ക്കൊക്കെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഒക്കെ പെട്ടെന്ന് അലൻ കീനോട്ടിൽ നിന്ന് നമ്മൾ നോക്കി പഠിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പർ ഐലിഡ് ഇൻഫ്ലമേഷൻ ഉണ്ടായാല് കാലികാർബ്, ലോവർ ഐലിഡ് എപ്പിസ്, ടോട്ടൽ ഫുൾ രണ്ടും അപ്പർ ആൻഡ് ലോവർ വന്നാൽ പൾസാറ്റില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ ഇവരെല്ലാം തന്നെ ഈ ഒരു ഇൻഫ്ലമേഷന്റെ അവസ്ഥയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ബ്രയോണിയ ലോവർ ഐലിഡിലുള്ള, അതായത് ഇന്ന് ഇപ്പൊ ഒരുപാട് പേര് കോസ്മെറ്റിക്സ് കാരണം ബ്യൂട്ടി കോൺഷ്യസ് ഒരുപാട് കൂടിയ ആൾക്കാരാണ്, പണ്ടത്തെ പോലെ അല്ല. അപ്പൊ ഇവർക്കൊക്കെ ഒരു ഏജ് കഴിഞ്ഞാലും, ഈവൻ എനിക്ക് തോന്നുന്നത് ചെറുപ്രായത്തിൽ ഒരു 10-32 വയസ്സുള്ളവരിലും ഞാൻ കണ്ടിട്ടുണ്ട് ലോവർ ഐലിഡിൽ ഉണ്ടാകുന്ന സ്വെല്ല് ചെയ്ത നിൽക്കും. ഐബാക്സ് എന്ന് നമ്മൾ പറയും. ഈ ഐബാക്സ് മാറ്റാൻ വേണ്ടി ഒരുപാട് പേരും, അത് എസ്പെഷ്യലി സ്ത്രീകള് ബ്യൂട്ടി പാർലറിൽ ചെന്ന് ഒരുപാട് ബുദ്ധിമുട്ടുന്നതായിട്ട് കാണാം. അവരത് പല വിധത്തില് ഉള്ള കോസ്മെറ്റിക്സ് അറിയാമല്ലോ, മറ്റ് എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ തേച്ച് കഴിയുമ്പോൾ അതിന്റെ ബാഡ് എഫക്റ്റുമായിട്ടാണ് പിന്നെ ബാക്കി വരുന്നത്. അപ്പൊ എന്താണ് ഈ ലോവർ ഐലിഡില് ഈ ഒരു സ്വെല്ലിങ് ഉണ്ടാകുന്നതെന്ന് ഫസ്റ്റ് കണ്ടുപിടിച്ച് അതിന്റെ കൂടെ മെഡിസിൻ കൊടുക്കണം. അത് വളരെ ഹെൽപ്ഫുൾ ആണ് ബ്രയോണിയ എന്ന് പറയുന്ന ഒരു സംഭവം. ഇത് എല്ലാ ലേഡീസിനും, ഇത് ലേഡീസിനല്ല ജെന്റ്സിനും ഇത് പ്രയോജനപ്പെടും. പിന്നെ ബ്യൂട്ടി കോൺഷ്യസ് കൂടുതൽ നിന്നുകൊണ്ട് ഞാൻ ലേഡീസ് എന്നങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഈ ബ്രയോണിയ കഴിച്ചാല് നമുക്ക് ആ ഒരു സ്വെല്ലിങ് മാറിക്കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നോക്കിക്കോണം, വേറെ എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ നമ്മളിൽ, എന്തെങ്കിലും ഹാർട്ടോ ലങ്സോ അല്ലെങ്കിൽ ലിവറോ ഒക്കെ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ മെഡിസിനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ എന്തെങ്കിലും 1-2 ഡോസും കൂടെ കൊടുത്താലേ അത് പെട്ടെന്ന് നിൽക്കത്തുള്ളൂ. ഹൈപ്പർ തൈറോയിഡിസത്തിൽ കാണാം. ഇതിന്റെ അകത്ത് ബോത്ത് കേസസ്, ഹൈപ്പറിനും ഹൈപ്പോയ്ക്കും കാണാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് നോൺ പിറ്റിംഗ് ഇഡിമ. അത് ഫേസ് മുഴുവൻ അവരുടെയാണ് ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നത് കണ്ണ് വീർത്ത് കെട്ടിയിരിക്കുന്നതായിട്ട് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ജനറലൈസ്ഡ് ഇടുമായിട്ടും അനാസർക്കയായിട്ടും ഫോം ചെയ്യാറുണ്ട്. അത് തൈറോയിഡിനം വണ്ണം, എൻ്റെ അടുത്ത് വന്ന ആൾക്കാരിലൊക്കെ തന്നെ തൈറോയിഡിനം വണ്ണം കൊടുത്ത് അത് ഇത് ക്രോണിസിറ്റി അനുസരിച്ചും അതുപോലെ തന്നെ TSHന്റെ ലെവലിന്റെ വ്യത്യാസം അനുസരിച്ചും ഒക്കെ വൺസ് ഇൻ എ വീക്കോ അല്ലെങ്കിൽ ടോയ്സ് എവരി ഫോർട്ട്നൈറ്റിൽ ഒരു ഡോസോ തൈറോയിഡിനം വണ്ണം കൊടുത്താൽ അത് സ്ലോലി അത് കുറഞ്ഞു, സ്ലോലി എന്ന് പറയണ്ട, പെട്ടെന്ന് തന്നെ ഒരു ഡിമിനിഷൻ നമുക്കറിയാം. പിന്നെ കംപ്ലീറ്റ് ആകാൻ വേണ്ടി ആ ഒരു 1 മന്ത് കവർ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ടോട്ടലി ഉള്ള ഒരു ഇഡിമാറ്റിക് ആ ഒരു സ്റ്റേജിന് മാറ്റം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലിവർ ഡിസീസ്, ഞാൻ ആദ്യം ലങ്ങാണ് പറഞ്ഞത്. ഈ പറയുന്ന കേസിലൊക്കെ തന്നെ ഹൈപ്പറിനാണേലും ഹൈപ്പോയ്ക്കാണേലും ആ ടോട്ടലി സിംറ്റംസ് എടുത്തിട്ട് വേറെ മെഡിസിൻസ് ഉണ്ട്, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് നമ്മൾ കൊടുത്തിരിക്കണം. ആ ഡിസീസ് മാറണം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആൾക്കാർക്ക് കൂടുതലായിട്ട് അവർക്ക് ആവശ്യം പെയിൻ പെട്ടെന്ന് നിൽക്കണം, ടെമ്പറേച്ചർ പെട്ടെന്ന് നിൽക്കണം, സ്വെല്ലിങ് പെട്ടെന്ന് നിൽക്കണം. ഈ ഒരു അവസ്ഥയിലാണ് വരുന്നത്. അപ്പൊ വെളിയിൽ കാണുന്ന മറ്റേ ഡിസീസ്, ഇപ്പൊ തന്നെ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന ഒരു അവസ്ഥ കൊണ്ട് ഒരാൾ വന്നു, TSH ചിലപ്പോൾ 40 ആണ് 50 ആണെന്നുള്ള അവസ്ഥയും കൊണ്ട് വന്നാൽ, അതിന്റെ നോർമൽ 4.5 ആണ്. ആ ഒരു അവസ്ഥയിൽ വന്നാല് ഒരു 3-4 മാസം കഴിയുമ്പോൾ അഗൈൻ ഒന്നുകൂടെ നമ്മൾ തൈറോയിഡിന്റെ കേസിലാകുമ്പോഴത്തേനും ഒന്നുകൂടെ ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോഴേ നമുക്ക് TSHന്റെ ലെവൽ കുറഞ്ഞെന്ന് മനസ്സിലാകത്തുള്ളൂ. അത് കുറയുമ്പോൾ അവർ സാറ്റിസ്ഫൈ ആകും. പക്ഷേ ഈ പെട്ടെന്നുള്ള ഒരു നീർക്കെട്ട് എന്നുള്ള ഈ ഒരു അവസ്ഥ പെട്ടെന്ന് മാറുമ്പോൾ തന്നെ എന്തോ മെഡിസിൻ ആക്ട് ചെയ്യുന്നുണ്ട്, എന്റെ രോഗം മാറി എന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെടുകയും, അപ്പൊ ഞാനതാ പറഞ്ഞത്, ഒരു സിസ്റ്റം വിട്ട് നമ്മൾ പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ചില വിഷമഘട്ടങ്ങളിൽ സഡൻ ആയിട്ട് നമ്മൾ റിലീഫ് കൊടുക്കണം. അത് വളരെ കീനായിട്ടിരിക്കുകയും വേണം. കാരണം ഇനിയെങ്കിലും പബ്ലിക്കിന്റെ വായിൽ നിന്ന് ആ ഒരു സംഭവം താമസിച്ചേ മാറത്തുള്ളൂ, പെട്ടെന്ന് മാറുമോ, ഇത് കഴിച്ചാൽ മാറി കിട്ടുമോ, പൂർണ്ണമായിട്ട് മാറുമോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യത്തിന് നമ്മൾ എല്ലാവരും തന്നെ ആൻസർ ഒരേ രീതിയിൽ കൊടുത്താൽ ഹോമിയോപ്പതി ഇന്ന് നിൽക്കുന്നതിൽ ഒരു 5 സ്റ്റെപ്പ് മേളിലോട്ട് കയറി നിൽക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ PH ആ ഒരു ഗ്രൂപ്പില്
പിന്നെ ഒരു ഡോക്ടർ, വളരെ സീനിയർ ആയിട്ടുള്ള ഡോക്ടറാണ്, ചോദിച്ചു എന്താണ് ഹോമിയോപ്പതിക്ക് വാക്സിനേഷന്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് ആ ഒരു ചർച്ച അവിടെ ഉണ്ടായത്. ഹോമിയോപ്പതിക്ക് എന്താണ് യൂണിറ്റി ഇല്ലാത്ത? ഇവര് എല്ലാവരും തന്നെ വാക്സിനേഷൻ കൊടുക്കണമെന്ന് അലോപ്പതി ഡോക്ടേഴ്സ് ഒന്നിച്ച് പറയുകയും അത് ഒന്നിച്ച് ചേർന്നിരിക്കുകയും വാക്സിനേഷൻ എടുത്തുകൊണ്ടുള്ള സകലവിധ ബാഡ് എഫക്റ്റും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിലും അവർ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കുക, അതിന്റെ ഒരു പ്രശ്നവും എന്ന് ഒന്നിച്ചാണ് പറയുന്നത്. എന്താണ് ഹോമിയോപ്പതി ഡോക്ടേഴ്സിനില്ലാത്ത ആ യൂണിറ്റിക്ക് ഒരു പ്രശ്നം എന്ന് ഒരു ചർച്ചയിൽ അതൊന്ന് വന്നപ്പോഴത്തേന് അത് മെയിൻലി ഒരു കാര്യമാണ്. ഒന്നാമത് പരസ്പരം അംഗീകരിക്കാനുള്ള മനസ്സ്. എന്തുകൊണ്ടാണ് ആ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആ ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ പറയുക. അത് ഒരിടത്ത് ചിലപ്പം കൊടുത്ത് കുറയാതായിരിക്കാം നമ്മുടെ അടുത്ത് വരുന്നത്. അത് ഇന്ന റീസൺ കൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്, ഈ ഒരു മെഡിസിൻ ഒരു 2 days ചിലപ്പോൾ അങ്ങ് നിൽക്കും എന്നുള്ളൊരു ആ ഒരു സപ്പോർട്ടിങ് മെന്റാലിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ യൂണിറ്റി അവിടെ ആയി. ഞാൻ പൊതുവായിട്ടുള്ള കാര്യം ഇതിന്റെ കൂട്ടത്തിൽ ഇന്ന് പക്കാ ഇത് പറയണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ വന്നത്. കാരണം അത് മനസ്സിലാക്കിയിരിക്കണം. ഒരാളുടെ കുറ്റം മറ്റൊരാളോട് പറയാതെ ആ പേഷ്യന്റിന് എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് നമ്മൾ റിലീഫ് ആക്കി കൊടുക്കുകയും അത് ഇന്ന റീസൺ കൊണ്ടാണ് ഇങ്ങനെ വന്നത്, നിങ്ങൾ ഇതുകൂടെ കഴിക്കുമ്പോഴത്തേനങ്ങ് നിൽക്കും. ചില മെഡിസിൻ നമ്മൾ കൊടുക്കുമ്പോഴത്തേന് അതിന്റെ നമുക്കറിയാമല്ലോ, ഒന്ന് അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ആക്ഷൻ കൂട്ട് റെമഡീസ് ഫോലോവൽ എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് അതങ്ങ് റിലീഫായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഡോക്ടറിന് നിങ്ങൾ സമയം കൊടുത്തില്ല, അതുകൊണ്ടാണ് പറ്റിയത്, ഇതുകൂടെ കഴിക്കങ്ങ് മാറും. ഇങ്ങനെയൊക്കെയുള്ള സംഭാഷണങ്ങളിൽ കൂടെ നമ്മൾ ആ സപ്പോർട്ടീവായിട്ട് നിന്നാൽ നമുക്ക് ഈ സിസ്റ്റത്തിന് ഒരു സ്റ്റെപ്പ്, നമ്മൾ ഇന്ന് നിൽക്കുന്ന ആ ഒരു സ്റ്റെപ്പ് പുറകോട്ട് നിൽക്കേണ്ട, നമുക്ക് 5 സ്റ്റെപ്പ് മുമ്പിൽ കയറാൻ സാധിക്കും. എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചു പോയാൽ വളരെ നന്നായിരുന്നു. ഇനി ലിവർ ഡിസീസിലെ ലിവറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഡിസിൻ നക്സോമിക്കയുണ്ട്, ഫോസ്ഫറസ്, ജെലഡോണിയം, കാൽക്കേരിയ കാർബ്, ലൈക്കോപ്പൊടി, ഇതെല്ലാം ലിവറിന്റെ പല കംപ്ലൈൻസിലും, ഫാറ്റി ലിവർ ആണെങ്കിലും സിറോസിസ് ഓഫ് ലിവർ ആണെങ്കിലും ഇതിന്റെ അകത്തൊക്കെയും നമുക്ക് പ്രയോജനപ്പെടുന്നതാണ് ഈ പറഞ്ഞ മെഡിസിൻ എല്ലാം തന്നെ. പക്ഷെ ഈ സ്വെല്ലിങ്, അതായത് ഡ്രോപ്സിക്കൽ ആ സ്വെല്ലിങ് ഉണ്ടായാൽ നമുക്ക് കാർഡസ് മരിയാനസ് എന്ന് പറയുന്ന മെഡിസിനും കൂടെ ടിഞ്ചർ കൊടുത്താൽ മതി, ടോയ്സിനെ ഡേ കൊടുത്താലും മതി, 10 ഡ്രോപ്സ് ആഫ്റ്റർ ഫുഡ് അങ്ങ് കൊടുത്താൽ ആ സ്വെല്ലിങ്ങിന് പെട്ടെന്ന് ഇനി മാറ്റം വരും. അപ്പൊ പെട്ടെന്ന് മറ്റേ ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ടെസ്റ്റ് ഒക്കെ ചെയ്ത് പിന്നെ 1 മാസം കഴിഞ്ഞ് വരുമ്പോഴുള്ളതിനേക്കാളും എനിക്ക് എന്റെ കംപ്ലൈൻസ് എല്ലാം മാറി, എന്റെ പെയിനും മാറി, സ്വെല്ലിങ്ങും മാറി, ബാക്കിയുള്ള കംപ്ലീറ്റ് ടോട്ടലി ജനറലി ഞാൻ വളരെ ഊർജ്ജസ്വലനായിട്ടിരിക്കുന്നു, എനിക്കത് കംപ്ലൈന്റ് ഇല്ല. അപ്പൊ തന്നെ പിന്നെ മറ്റേ കേസ് ഒരു സ്ലോലി എന്തെങ്കിലും ഇച്ചിരി സമയം എടുത്താലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം, ഒരു 1 month 2 months കൂടെ എടുക്കും അത് നോർമൽസിലേക്ക് വരാനെന്നുള്ളത്. അപ്പൊ ആ ഒരു പെട്ടെന്ന് നമുക്കൊരു റിലീഫ് തരുന്നതാണ് കാർഡസ് മെരിയാനസ് എന്ന് പറയുന്ന ടിഞ്ചർ. ഇനി ഇഡിയോപ്പതിക് ഇഡിമ ഉണ്ട്, അത് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത് നമുക്ക് ഒരു നാച്ചുറൽ ഹീലിംഗ് തരുന്ന ഒരു സംഭവമാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ പറയുമല്ലോ, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആ പെയിൻ അങ്ങ് മാറി, ഒരു ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആ ടെമ്പറേച്ചറിന് വ്യത്യാസം വന്നു. എന്താണ്? നാച്ചുറൽ ഹീലിംഗ് തരുന്ന ഒരു സംഭവമാണ് വിത്തൗട്ട് മെഡിസിൻ. അപ്പം സ്ലീപ്പ് അപ്നിയയുടെ കേസ് ഒരുപാട്, എന്തെങ്കിലും ഇനി നേസലായിട്ടുള്ള ബോണിനുണ്ടാകുന്ന ഡീവിയേഷനോ അല്ലെങ്കിൽ അഡിനോയിഡ്സ് വീർത്ത് കെട്ടി നിന്നിട്ടോ അല്ലെങ്കിൽ ലങ്സിന്റെ എന്തെങ്കിലും കംപ്ലൈന്റോ ലാരിങ്സിലോ ഫാരിങ്സിലോ ഒക്കെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാകുന്ന അവസരത്തിലൊക്കെ നമുക്ക് ശ്വാസം കിട്ടാതെ പെട്ടെന്ന് നമ്മൾ അങ്ങ് എഴുന്നേൽക്കും, കാറ്റ് നാപ്പ് സ്ലീപ്പ് എന്ന് പറയുന്ന രീതിയിൽ. അപ്പൊ ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉറക്കം നമുക്ക് കിട്ടാതെ വരുന്ന അവസരത്തിലും ഇതുപോലെ തന്നെ അനാസർ ടോട്ടൽ ബോഡിയിലും വരാം, എസ്പെഷ്യലി ലോവർ പോർഷൻ ഓഫ് അതായത് ലെഗില് ഈ ഒരു കണ്ടീഷൻ കാണാറുണ്ട്. അപ്പൊ അവരുടെ എന്താണ് റീസൺ, ഉറക്കം എന്താണ് എന്നുള്ളത് പ്രത്യേകം ചോദിക്കേണ്ട ഒരു സംഭവമാണ്. അത് കിട്ടാത്ത അവസ്ഥയിൽ ഇതുണ്ടാകും. നമ്മളത് വെറുതെ നീർക്കെട്ടാണെന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ള മെഡിസിൻ കൊടുത്തുകൊണ്ടിരുന്നാൽ താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു കുറച്ച് ആ ഒരു സ്വെല്ലിങ് കുറയുമെന്നുള്ളതല്ലാതെ പെർമനന്റ് ആയിട്ട് മാറത്തില്ല. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞത് എന്താ റീസൺ എന്ന് കണ്ടുപിടിച്ചിട്ട് വേണം റീസൺ ഉള്ള മെഡിസിൻ കൊടുക്കുക. അതിന്റെ കൂട്ടത്തിൽ പെട്ടെന്ന് കുറയാനുള്ള ഈ ഒരു മെഡിസിൻസ് ബാക്കിയും കൂടെ കൊടുത്താലേ നമുക്ക് ആ ഒരു ക്യൂർ എന്നുള്ള പാതയിലേക്ക് വളരെ പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ആ സ്ലീപ്പ് അപ്നിയയ്ക്ക് നേട്രമോറോ, സെപ്പിയ, സ്റ്റാഫ്സാഗിരിയ, ഇഗ്നേഷ്യ, ഞാനും കൂടുതലും ലേഡീസിലാണ് ഈ ഒരു കണ്ടീഷൻ കൂടുതലും കണ്ടിരിക്കുന്നത്. അവർക്ക് ഇഡിയോപ്പതിക് ഇടും എന്താ റീസൺ എന്ന് അറിയാൻ വയ്യ. പക്ഷെ ഉറക്കം കിട്ടാഴികയൊക്കെ കൂടുതലും വരുന്നവർക്കാണല്ലോ. കാരണം ഈ നിസ്സാര കാര്യത്തിന് പോലും ടെൻഷൻ ആണുങ്ങളിൽ ഇല്ല എന്നല്ല, ഉണ്ട്, എന്നിരിക്കലും കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലും ലേഡീസിലാണ്. അപ്പൊ ആ ഒരു നേട്രമോറും സെപ്പിയായും സ്റ്റാഫ്സാഗിരിയായും ഇഗ്നേഷ്യയും ഒക്കെ കൊണ്ട് തന്നെ അത് മാറിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്.
ഇനി ഓരോ കണ്ടീഷനിലും നമ്മളിപ്പോ പറഞ്ഞു, ജനറലി എന്തെങ്കിലും ഒന്ന് എടുത്താൽ പെട്ടെന്നൊരു സ്വെല്ലിങ് കൊണ്ടുവന്നാൽ നമ്മുടെ മനസ്സിലോട്ട് എളുപ്പം ഓടിയെത്തുന്ന 2 മെഡിസിനാണ് എപ്പിസും അപ്പോസൈനും എന്ന് പറയുന്നത്. അതിലെ എപ്പിസ് ഇപ്പം എന്തെങ്കിലും ഒരു ഇൻസെക്ട് എന്തെങ്കിലും ഒന്ന് കുത്തിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവമാണ് എപ്പിസ് എന്ന് പറയുന്നത്. അത് ടോട്ടലി ഉള്ള ബോഡിയുടെ പ്രശ്നത്തിന് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോസൈനും അതുപോലെ തന്നെ. റൂട്ട എന്ന് പറയുന്ന സ്പ്രെയിൻ, എന്തെങ്കിലും ഉളുക്കുകയോ കൈക്ക് ഒന്ന് ഇടറി അല്ലെ മസിൽസിന് എന്തെങ്കിലും ഒരു സ്പ്ലിറ്റ് ആയി ആ ഒരു അവസരത്തിലൊക്കെ ഇന്റർസ്റ്റീഷ്യൽ സെൽസിൽ ഉണ്ടാകുന്ന ആ ഒരു സ്വെല്ലിങ്ങിന് നമ്മൾ റൂട്ട വളരെയധികം പ്രയോജനം ചെയ്യും. പിന്നെ വെരിക്കോസ് വെയിന്റെ കേസിൽ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അവർ വരുന്നവർക്ക് മിക്കവാറും ഈ സ്വെല്ലിംഗ് എന്ന് പറയുന്ന അവസ്ഥ എല്ലാവർക്കും തന്നെയുണ്ട്. ഹമാമലിസ് വളരെ നല്ല മെഡിസിൻ ആണ്. ടിഞ്ചർ കൊടുത്താൽ മതി. ഹമാമലിസ് നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ ആർത്രൈറ്റിസ് കൊണ്ട് എന്തെങ്കിലും രീതിയിൽ സ്വെല്ലിങ് വന്നാൽ ലഡം പാലാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ആർത്രൈറ്റിസിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആർണിക്ക ഹെൽപ്പ് ചെയ്യും. പിന്നെ ആഴ്സാൽബ് ഞാൻ പറഞ്ഞല്ലോ, ആഴ്സാൽബ് ഒഴിച്ചിട്ടുള്ള ഒരു സ്വെല്ലിങ് ഇല്ല. ഏതൊരു കേസിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ അസറ്റിക് ആസിഡും ഡിജിറ്റാലിസും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കൂടുതലും ഹാർട്ട് കംപ്ലൈന്റിന്റെ സ്വെല്ലിങ്ങിനാണ്. അത് 2 നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ നമ്മളെ സഹായിക്കും ഫെറമറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതലും ബ്ലഡ് ലോസ്, അനീമിക് ആയിട്ടുള്ള ഒരു അവസ്ഥയ്ക്ക് നമുക്ക് മാറ്റം വരുത്തി തരുന്ന മരുന്നാണ് ഫെറമറ്റ് എന്ന് പറയുന്നത്. 6x യൂസ് ചെയ്താൽ മതി, ത്രൈസിനേഡ് കൊടുത്താലും മതി. അത് ഹീമോഗ്ലോബിന്റെ അളവും കൂട്ടും. എപ്പോഴും ഇപ്പൊ ഈ ഒരു ഫിസിയോളജിക്കൽ കണ്ടീഷനിൽ എവിടെങ്കിലും ഒരു സ്വെല്ലിങ് വന്നാൽ നമ്മൾ അവിടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ മതി. ആ മസാജ് ചെയ്താൽ തന്നെ ബ്ലഡ് സർക്കുലേഷൻ അവിടേക്ക് കൂടുതലായിട്ട് എത്തുകയും ക്യൂറിംഗ് റേറ്റ് വളരെ ഫാസ്റ്റ് ആക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു ഹീമോഗ്ലോബിന്റെ അളവ് നമ്മുടെ ബോഡിയിൽ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ടോട്ടൽ അനാസർക്ക ആ ഒരു സ്വെല്ലിങ്ങിന് നമുക്ക് വളരെയധികം മാറ്റം വരും. HB% ഇങ്ങനെ നീര് വെച്ച് കെട്ടി വരുന്നവർക്ക് ബ്ലഡ് ടെസ്റ്റ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ HB% അവരുടെ നോക്കിയിരിക്കണം. ചിലർക്ക് പിന്നെ വേംസിന്റെ ശല്യം കൊണ്ട് HBയുടെ അളവ് കുറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ട് വേണം. ഞാൻ എല്ലാം പറയുന്നതിന്റെ കാരണം ഹോമിയോപ്പതി വളരെ സ്പീഡിൽ തന്നെ ക്യൂർ ചെയ്യുന്ന ഒരു സംഭവമാണ് എന്നുള്ളത് പബ്ലിക്കിന് അവയർനെസ് നമ്മൾ നല്ലതായിട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. അതിന് നമ്മൾ മടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ പ്രിൻസിപ്പിൾ ഫസ്റ്റ് പറയുന്ന ഒരു കാര്യമാണ് റാപ്പിഡ്, ജെന്റിൽ ആൻഡ് പെർമനന്റ് റെസ്റ്റോറേഷൻ. അതിലെ റാപ്പിഡ് ആണ് ഫസ്റ്റ് പറയുന്ന വേർഡ്. അത് തീർച്ചയായിട്ടും റാപ്പിഡ് തന്നെയാണ്. റാപ്പിഡ് എന്ന് പറഞ്ഞാല് സ്പീഡി എന്നുള്ളതല്ല, വെരി ക്വിക്ക്, പെട്ടെന്നുള്ളതാണ്. ഒരു ഞൊടി, ആ ഞൊടിയിൽ സാധിക്കണം. അതിനാണ് ആ റാപ്പിഡ് എന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ ആ റാപ്പിഡ് എന്നുള്ളത് നമ്മൾ അത് പ്രാബല്യത്തിലാക്കി പ്രാക്ടിക്കൽ ലൈഫിൽ അതാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ വേറെ പേഷ്യൻസിന് വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് എന്താണ് റീസൺ എന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ടുപിടിച്ച് അതിനുള്ള മെഡിസിൻസ് കറക്റ്റ് ആയിട്ട് നമ്മൾ, ഇമ്പോർട്ടന്റ് ആണ് പൊട്ടൻസി, അത് കൊടുത്തിരിക്കണം. ഓറം മെറ്റാലിക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രയോണിയ പ്രഗ്നൻസി, ഞാൻ പറഞ്ഞല്ലോ പ്രഗ്നൻസി ടൈമിൽ സാധാരണ കൊടുക്കേണ്ട ആവശ്യമില്ല മെഡിസിൻ. പക്ഷെ ചിലർക്ക് മൂവ് ചെയ്യാൻ വയ്യാത്ത രീതിയിൽ, അത് ഇച്ചിരി ഫാറ്റ് ഒക്കെ കൂടുതലായിട്ടുള്ള ലേഡീസിൽ അവർക്ക് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ ബ്രയോണിയ നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഹാർട്ടിന്റെ കംപ്ലൈൻസിൽ കാക്ടസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. അബ്ഡോമിനൽ ബ്ലോട്ടിങ്ങിലും ഡൈജസ്റ്റീവ് പ്രോബ്ലം ഒക്കെ ലൈക്കോപോഡിയം കിഡ്നി കംപ്ലൈന്റിനും നമുക്ക് കൊടുക്കാം, ലിവറിന്റെ കംപ്ലൈന്റിനും നമുക്ക് കൊടുക്കാം. ഈ സ്വെല്ലിംഗ് ഉണ്ടാകുന്ന അവസ്ഥയിൽ അതിന്റെ കൂട്ടത്തിൽ ഡൈജസ്റ്റീവ് പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ ലൈക്കോപോഡിയം തന്നെയാണ് അതിന്റെ കറക്റ്റ് മെഡിസിൻ എന്ന് നമ്മൾ മനസ്സിലാക്കി അത് കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ മാറ്റം വരും. പൾസാറ്റിലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്, പ്രത്യേകിച്ച് ലേഡീസിലെ ഉണ്ടാകുന്ന ഈ സ്വെല്ലിങ്ങിനും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഇഡിയോപ്പതിക് ഇടുമ എന്ന് പറഞ്ഞ അവസ്ഥയിൽ സെപ്പിയയുടെ ഒക്കെ കൂട്ടത്തിൽ തന്നെ ഈ പൾസാറ്റിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഡിസിൻ ആണ്. ഫേഷ്യോളിസ് എന്ന് പറയുന്ന ഒരു ടിഞ്ചറുണ്ട്. ഇത് എല്ലാ ഡിസീസിനും, അതായത് ഹാർട്ട് കംപ്ലൈന്റിനും, ലിവറിനാണേലും കിഡ്നിക്കാണേലും റീനൽ, കാർഡിയോട്രോപ്സി എല്ലാത്തിനും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിഞ്ചറാണ് ഫേഷ്യോളസ് എന്ന് പറയുന്ന ടിഞ്ചർ. അതും ആഫ്റ്റർ ഫുഡ് നമുക്ക് 15 or 20 ഡ്രോപ്സ് വേണമെങ്കിൽ, അത് അക്കോർഡിംഗ് ടു നമ്മളത് കണ്ട് വളരെ സ്വെല്ലിങ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ടിഞ്ചർ കുറച്ചുകൂടെ നമ്പേഴ്സ് കൂട്ടി നമുക്ക് കൊടുക്കാം. വളരെ ചെറുതായിട്ടുള്ളെങ്കിൽ 10 ഡ്രോപ്സ് കൊടുത്താൽ മതി. ത്രൈസിനേഡ് കൊടുത്താലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു റിലീഫ് കിട്ടും. ഈ ബ്രയോണിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സ്വെല്ലിങ് ഡേ ടൈമിൽ കൂടുതലായിരിക്കും, നൈറ്റിൽ കുറവായിരിക്കും.
കാരണം ബ്രയോണിയയ്ക്ക് മൂവിങ് ആണല്ലോ അഗ്രവേഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഡേ ടൈമിൽ ഈ സ്വെല്ലിംഗ് എപ്പോഴും ബ്രയോണിയയ്ക്ക് കൂടുതലായിരിക്കും. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കറക്റ്റ് ബ്രയോണിയ തന്നെയാണ്. ഒരെണ്ണം ഉണ്ട്, ഈ ഈഗിൾ മാർമലസ് ടിഞ്ചർ. അത് ഹാർട്ട് ഡിസീസിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ നേരത്തെ അത് പറഞ്ഞിരുന്നു, ആ മെഡിസിനെ കുറിച്ച് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോസൈനെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അത് ഹാർട്ടിന്റെ കംപ്ലൈൻസിന് നമ്മളെ. എന്താ ഡോക്ടറെ? പറഞ്ഞത് ഈഗിൾ അതാണോ? മാർമലസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, അത് ഇത് പൂവളം ഇതില് കണ്ട്. അതിന്റെ അകത്ത് മാർമലസ് ഞാൻ നോക്കിയിട്ട് അത് പറയാം. ഈഗിൾ മാർമൽ AEGLEMARMELOS അതാണ് ആ ടിഞ്ചർ. അത് വളരെ ഹെൽപ്ഫുൾ ആണ് നമുക്ക്. അപ്പോസൈന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ബോർഹേവിയർ ഡിഫ്യൂസ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, BOERHAEVEA ഡിഫ്യൂസ. ആ ടിഞ്ചർ ഹെപ്പാറ്റിക് ലീഷൻ ഉണ്ടാകുന്ന അവസരത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ്. കലോട്രോപ്പിസും ഇതുപോലെ തന്നെ വാട്ടർ റീറ്റൻഷൻ ഉണ്ടാകാൻ കൊടുക്കാം. അത് ആ സമയത്ത് ഫ്രീക്വന്റ് യൂറിനേഷൻ ആകും, വളരെ സ്ട്രോങ് സ്മെല്ലി യൂറിൻ ആയിരിക്കും കലോട്രോപ്പിസിന്റെ. അതുപോലെ കളറും വളരെ ഡീപ്പ് യെല്ലോ, അതുപോലെ സ്ലൈറ്റ് ആയിട്ട് റെഡ്നെസ്സും ആ ഒരു യൂറിനകത്ത് കാണാനായിട്ട് സാധിക്കും. പിന്നെ സെഫാലാൻഡ്ര ഇൻഡിക്ക. സെഫാലാൻഡ്ര എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ്. അത് ഡയബറ്റീസിന് നമ്മളെ വളരെയധികം, ഡയബറ്റീസ് പേഷ്യൻസിന് അത് കൊടുത്താല് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് കാണുന്ന ഒരു സമയം. ഷുഗറിന്റെ ലെവൽ വളരെ പെട്ടെന്ന് കുറയും. ഈ അടുത്തിടയ്ക്ക് PH അതും ഒന്നുണ്ടായി, കോവയ്ക്ക. അപ്പൊ സെഫാലാൻഡ്ര ഇൻഡിക്ക എന്ന് പലരും അതിൻ്റെ അകത്ത് എഴുതിയിട്ടു. ഈ ഡയബറ്റിസ് കണ്ടീഷനിൽ നമുക്ക് അനാസർക്ക ഉണ്ടായാൽ സെഫാലാൻഡ്ര ഇൻഡിക്ക നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അത് തന്നെയല്ല, വളരെ പെട്ടെന്നാണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന കണ്ടീഷൻ മാറുന്നതും ഷുഗറിന്റെ ലെവൽ താഴോട്ടാകുന്നതും. അതും ടിഞ്ചർ കൊടുത്താൽ മതി. കോൺവലേറിയ മേജാലിസ് ടിഞ്ചർ, അതും വാട്ടർ റിറ്റൻഷന് കൊടുക്കാം. ഹാർട്ടിന്റെ സ്ലഗിഷ് ആക്ഷൻ ഓഫ് ഹാർട്ട്, ഡിസ്നിയായും പാൽപിറ്റേഷനും ഒക്കെ ഉണ്ടെങ്കിൽ ഈ കോൺവലേറിയ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഹൈഡ്രോകോട്ടൈൽ ഏഷ്യാറ്റിക്ക എന്ന് പറയുന്ന ടിഞ്ചറും വാട്ടർ റീറ്റൻഷന്റെ സമയത്ത് ഫ്രീക്വന്റ് ഡിസയർ ടു യൂറിനേഷന് ഈ ഹൈഡ്രോകോട്ടൈൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്ട്രോഫാന്തസ് ടിഞ്ചർ, അത് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകുന്ന സമയത്ത്, ഞാൻ നേരത്തെ അത് പറഞ്ഞിരുന്നു. പിന്നെ വെസിക്കേറിയ കോം ടിഞ്ചർ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്, വെസിക്കേറിയ. അതും കംപ്ലീറ്റ് ഫെയിലിയർ ഓഫ് കിഡ്നിയുടെ ഡിസീസിന്റെ കേസിൽ ഇതുപോലെ തന്നെ ആ ഷ്രിങ്ക് ചെയ്ത് പോകുന്നതും ഒക്കെ ഉള്ള ഒരു അവസരത്തില് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ടിഞ്ചറാണ് ഈ വെസിക്കേറിയ എന്ന് പറയുന്ന ടിഞ്ചർ. എല്ലാ റെയർ റെമഡീസ് ആണ് ഇതിന്റെ അകത്ത് പറഞ്ഞതിന്റെ ഭൂരിഭാഗം റെയർ റെമഡീസ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഈ സമയത്തൊക്കെ നമുക്ക് ഈ മെഡിസിനും കൂടെ, ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിന്റെ കൂടെയും അതിന്റെ കൂടെ ചിലപ്പം കോംപ്ലിമെന്ററി നമ്മൾ വേറെ പലതും കൊടുത്ത് ബയോകെമിക്കൽ ഒക്കെ കൊടുത്തെന്നിരിക്കും, അതിന്റെ കൂടെ ഈ മെഡിസിനോട് ആഡ് ചെയ്താൽ നമുക്ക് വളരെയധികം പെട്ടെന്ന് നമ്മുടെ സിംറ്റംസിന് വ്യത്യാസം വരുന്നതായിട്ട്, നമുക്ക് ബുദ്ധിമുട്ടായ സിംറ്റംസിന്, ബുദ്ധിമുട്ട് കൂടുതൽ എന്താ പെയിനും സ്വെല്ലിങ്ങും ഒക്കെ തന്നെയാണ് ബുദ്ധിമുട്ട്, അതിന് വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കേസുണ്ട്. ഒരു ലേഡി, 75-year-old ഒരു ലേഡിയാണ്. ഫുൾ ബോഡിയിൽ ഇടുമേ. പുള്ളിക്കാരി പറയുന്നത് ഒരാഴ്ചയിൽ ഫസ്റ്റ് തിങ്കളാഴ്ച തുടങ്ങിയാൽ ആദ്യം തലയിലാണ് ഇൻഫ്ലമേഷൻ. അതിങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്നതാണ്. കണ്ണയിലിറങ്ങി, കവളത്തിറങ്ങി, തൊണ്ടയ്ക്ക് വന്ന്, നെഞ്ചിനകത്തിറങ്ങി, ഇങ്ങനെ ഇറങ്ങി പോകുന്നതായിട്ട് പുള്ളിക്കാരിക്ക് അറിയാമെന്നാണ് പറയുന്നത്. അത് ഹെഡ് ടു ഫുട്ട് ഇങ്ങനെ പോയി 2 ദിവസത്തേന് പിന്നെ സ്വെല്ലിംഗ് ഇല്ല. എഗെയിൻ പിന്നെ 3rd ഡേയിൽ വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാകുക. പ്രത്യേകിച്ച് ഒരു റീസണും പറയുന്നില്ല. ഈ ഒരു സംഭവം അവർക്ക് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. സ്വെല്ലിങ് ശരിയാണ്, പെയിൻ ആണ്. നമുക്ക് ലെഗിലൊക്കെ പിടിച്ച് ഞെക്കി നോക്കിയാലേ പിറ്റിങ് ഇടുമായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. പക്ഷെ എന്തിൽ നിന്നാണ്, എല്ലാ ഓർഗനും ഓരോന്ന് ടെസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കി, പക്ഷെ ഒരിടത്തും ഒരു കംപ്ലൈന്റും കാണുന്നില്ല. നേരത്തെ അവർ അനീമിക്കായിരുന്നു, അനീമിയ മാറാനുള്ള മെഡിസിൻ കൊടുത്തിട്ടു ഇത് സ്ലോലി ഇത് മാറാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് കണ്ടു. അവരുടെ അപ്പൊ സിംറ്റംസ് അവർ പറയുന്നത്, അവർക്ക് ഡിസയർ, പിക്കിള്, സോൾട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, സ്വീറ്റ് അവർക്ക് ഇഷ്ടമേ അല്ല. ഹെയർ ഫോൾസ് ഉണ്ട്. പിന്നെ സംസാരത്തിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായ ആളൊരു ജലസിയാണ് ആള്. എല്ലാവരും മരുമക്കളെ ആണേലും ആരെ ആണേലും കാണുന്നവരെ ഒരു ജലസി രൂപത്തിലാണ് ഓരോരുത്തരുടെയും കാര്യം നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്, സ്വന്തം മക്കളുടെ കാര്യം പോലും. സ്ലീപ്പ് അപ്നിയ അവരിലുണ്ട്.
അപ്പൊ അത് വേണമെങ്കിൽ ഒരു റീസൺ ആകാം. സ്ലീപ്പ് അപ്നിയയുടെ കേസിൽ അവർക്ക് മൂക്കിന് ഒരു അടപ്പുണ്ടായിരുന്നു, മൂക്കടപ്പിനുള്ള മെഡിസിൻ കൊടുത്ത് ആ മൂക്കടപ്പ് അങ്ങ് മാറി. ഹാങ് നെയിൽസ്, അതുപോലെ കൈ പിടിച്ച് നോക്കുമ്പോൾ ഇടിമ ഉണ്ടോ എന്നറിയാൻ കൈ പിടിച്ച് നോക്കുമ്പോൾ അറിയാം, പിന്നെ ഹാങ് നെയിൽസ് ആയിട്ട് നെയിൽസിന്റെ താഴെ ഇങ്ങനെ സ്കിന്ന് ഊരി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരുന്നത്, ആരോടും എടുത്തടിച്ച പോലെ സംസാരിക്കും, പെട്ടെന്ന് ദേഷ്യം വരും. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഹെഡേക്ക് അവർക്ക് ശരിക്കുണ്ടായിരുന്നു എന്നവര് പറഞ്ഞു. മെൻസ്ട്രൽ ഹിസ്റ്ററി ഒക്കെ ഏകദേശം നോർമലായിട്ട് പോയ ഒരു ലേഡിയാണ്. ഇവർക്ക് ഞാൻ ഇവരുടെ ടോട്ടൽ കംപ്ലൈന്റ് എടുക്കുകയും അവരുടെ ആ നേച്ചറും ടോട്ടൽ മെന്റലി ആൻഡ് ഫിസിക്കലി ആണല്ലോ എടുക്കുന്നത്, നേട്രമൂറാണ് കൊടുത്തത്. കാരണം സോൾട്ടിനോടുള്ള ക്രേവിങ്ങും ഒക്കെ കൊണ്ട് രണ്ടും കൽപ്പിച്ച് നേട്രമൂർ കൊടുക്കുക. അതിന്റെ ഹയർ പൊട്ടൻസി തന്നെയാണ് കൊടുത്തത്. ഒരു ഡോസ് കൊടുത്തിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ പല ടിഞ്ചറും ഞാൻ കൊടുത്തു ആ കൂട്ടത്തില്. പക്ഷെ ആ നേട്രമൂറിന്റെ ഇതുകൊണ്ട് തന്നെ അവരിലെ ഒരുപാട് വ്യത്യാസം, ആ സ്ലീപ്പ് അപ്നിയൊക്കെ കംപ്ലീറ്റ്ലി അങ്ങ് മാറിപ്പോയി. അവരുടെ, എനിക്ക് തോന്നുന്നു പിന്നെ പിന്നെ വരുമ്പോൾ അവരുടെ സ്വഭാവം, അവരുടെ നേച്ചർ തന്നെ മാറിപ്പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ കംപ്ലീറ്റ്ലി ഓൾറൈറ്റ് ആയി. റീസൺ വിത്തൗട്ട് റീസണിലാണ്, ജസ്റ്റ് ഈ അനാസർക്ക എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് ഈ നേട്രമൂർ ഹെൽപ്പ് ചെയ്യും. കാരണം ഹോമിയോപ്പതി ഡോക്ടേഴ്സ് എല്ലാം തന്നെ നമ്മൾ ടൈലർ മെയ്ഡ് ആണല്ലോ. ഓരോരുത്തർക്കും ഓരോ പേഷ്യന്റിനും ചിലപ്പോൾ ഇന്ന റീസൺ, നിസാരം ഒരു സിംറ്റം വെച്ചിട്ടാണ് നമ്മൾ, അത് ചിലപ്പോൾ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ പോലും അല്ലായിരിക്കാം. എന്നാലും ആ ഒരു റെയർ ആൻഡ് പെക്യൂലിയർ കിട്ടിയാൽ പിന്നെ അത് മതി, കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യൂർ, പാലിയേഷനോ സപ്രഷനോ അല്ലെ ടെമ്പററി റിലീഫോ അല്ല, ക്യൂർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഹോമിയോപ്പതി ബുക്കിനകത്ത് മാത്രമേ ഉള്ളൂ ക്യൂർ എന്ന് പറയുന്ന, ബാക്കിയുള്ളവർക്കൊക്കെ മാനേജ്മെന്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് പറയാം ഇത് കംപ്ലീറ്റ്ലി ഓൾറൈറ്റ് ആകും എന്ന് നമുക്ക് പറയാനും സാധിക്കും. അതിന്റെ കൂട്ടത്തില് എല്ലാ ഡിസീസ് കണ്ടീഷനിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവർക്ക് പെട്ടെന്ന് ക്യൂർ ചെയ്യാനായിട്ട് മെഡിസിൻ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ, ഇപ്പൊ തന്നെ നമ്മളൊരു സ്വെല്ലിംഗ് ഉണ്ടായി, അവിടെ പെയിൻ ഉണ്ട്, നമ്മൾ എന്താ പറയുന്ന എന്തെങ്കിലും ഒന്നോട്ട് അല്ലെങ്കിൽ സിംപ്ലി ഒന്ന് മസാജ് ചെയ്യുകയെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂട് പിടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാലേ അവർക്ക് പെട്ടെന്നുള്ള ഒരു റിലീഫ്. ഇപ്പൊ തന്നെ ഒരു ഫീവറായിട്ട് വന്നാൽ നമ്മൾ പെട്ടെന്ന് എന്ത് പറയും, രാവിലെ വൈകിട്ടും ഒന്ന് ആവി പിടിക്കണം. പ്രത്യേകിച്ച് റെസ്പിറേറ്ററി കംപ്ലൈന്റ്, ജസ്റ്റ് ഫീവർ മാത്രമല്ല, വൈറൽ ഫീവറിന്റെ സിംറ്റംസ് കൂടെ ഉണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും ആവി പിടിക്കണമെന്ന് പ്രത്യേകം നമ്മൾ പറയും. അതുപോലെ ടോൺസിലൈറ്റിസ് കൊണ്ടുവന്നാൽ ടോൺസിൽസ് രണ്ടും പഴുത്തോ അല്ലെങ്കിൽ ചുമന്നോ നിൽക്കുകയാണ്, ഇൻഫ്ലമേഷൻ ഉണ്ട്, നല്ലതായിട്ട് നമ്മൾ ഉപ്പുവെള്ളം ഗാർഗിൾ ചെയ്യാൻ പറയാറുണ്ട്. അപ്പം നമ്മൾ പറയുമല്ലേ ഉന്തിന്റെ കൂടെ ഒരു തെള്ളെന്ന് എന്ന് പറയുന്നത്, ഞാനത് പറയാൻ കൂടുതലും കാരണം പെട്ടെന്നുള്ള ആ ഒരു റിലീഫ് നമ്മൾ വളരെ പോയിന്റ് ഔട്ട് ചെയ്ത് അത് അവർക്ക് കൊടുക്കേണ്ടതാണ്. ഈ അടുത്ത ഇടയ്ക്ക് എനിക്കൊരു കേസ് വന്നു, അത് പൈൽസിന്റെ കംപ്ലൈന്റ് ആയിരുന്നു. അതില് പൈൽസ് എന്ന് പറഞ്ഞാൽ പൈൽസ് എല്ലാം ഫിഷർ ആയിരുന്നു. അപ്പൊ ആദ്യം ഫിസിക്കൽ എക്സാമിനേഷൻ ഒന്നും സാധിച്ചില്ല. അപ്പൊ ഈ പറഞ്ഞ കംപ്ലൈന്റ് വെച്ചിട്ട് പൈൽസിന്റെ തന്നെ മെഡിസിൻസ് കൊടുത്തിട്ട് അയാൾക്ക് ഉദ്ദേശിച്ച അത്രയും എന്ന് വെച്ചാൽ ബ്ലീഡിങ് ഒന്ന് കുറഞ്ഞു എന്നുള്ളതല്ല, ബ്ലീഡിങ് ഇല്ലാതായി എന്ന് വേണേൽ പറയാം. ബാക്കിയുള്ള സിവിയർ പെയിൻ ആണ്. മോഷൻ പാസ് ചെയ്യുന്ന സമയത്ത്, മോഷൻ പാസ് ചെയ്ത് ഒരു 10 hours ടൈമിൽ ഇയാൾക്ക് സിവിയർ പെയിൻ ആണ് വരുന്നത്. ആ ഒരു അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഫിഷർ ആണെന്നുള്ള കാര്യം സെക്കൻഡ് തേർഡ് റിവ്യൂവിന്റെ ടൈമിലാണ് ഞാനത് മനസ്സിലാക്കുന്നത്, ഫിഷർ ആണ് ഇയാൾക്കെന്നുള്ളത്. കാരണം കോൺസ്റ്റിപ്പേഷൻ നന്നായിട്ടുണ്ട്, അത് പെയിൻ പേടിച്ച് 1-2 ദിവസം പിടിച്ചു വെക്കും. അപ്പോഴാ രക്തത്തിൽ ഇരുന്നിട്ട് ഈ ഒരുപാടങ്ങ് ഈ സ്റ്റൂൾ അങ്ങ് ഡ്രൈ ആകുകയാണ്. ആ മുറിവിൽ കൂടെ, ഒരു ഫിഷറാ വന്നേക്കുന്ന ആ മുറിവിൽ കൂടെ വീണ്ടും, നമുക്കറിയാമല്ലോ ഒരു മുറിഞ്ഞു അത് വീണ്ടും നമ്മൾ പറയുമല്ലോ മുറിവ് താങ്ങുക, അതായത് ആ മുറിവ് വീണ്ടും മുറിയാനുള്ള അവസ്ഥയും കൂടെ ആകുമ്പോഴത്തേന് അതിന് ആ കരിയാനുള്ള സമയം കൊടുക്കാത്തത് കൊണ്ടാണ് ഇതിന് ഈ പെയിൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. ഒരു 4-5 ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു, വേറെ മെഡിസിൻസ് ഒക്കെ കൊടുത്തു നോക്കി, നിന്നില്ല. അവസാനം നൈട്രിക് ആസിഡാ കൊടുത്തതെങ്കിലും അപ്പൊ എനിക്ക് മനസ്സിലായി ഈ സ്റ്റൂളിന്റെ പ്രശ്നം, വീണ്ടും അത് കരിയാനുള്ള ടൈം അതിന് കൊടുക്കുന്നില്ല ആ മുറിവിന്. അപ്പൊ മോഷൻ ഫ്രീ ആയിട്ട് പോകാനുള്ള മെഡിസിൻ, അത് ചിലപ്പോൾ പേറ്റന്റ് ആയിരിക്കാം, ഹോമിയോപ്പതി പേറ്റന്റ് തന്നെ ആയിരിക്കാം, അത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോഷൻ ഫ്രീ ആയിട്ട് അങ്ങ് പോയാൽ ഈ മുറിവിനെ അത് ശല്യപ്പെടുത്തത്തില്ല. അപ്പൊ ആ ഉണങ്ങാനുള്ള ഡേയ്സ് ചിലപ്പോൾ ഓരോ മുറിവിന്റെ ആഴം അനുസരിച്ചാണ്. ഒരു ക്ലീൻ കട്ട് വൂണ്ട് ആണെങ്കിൽ 7 days മതി, ചിലപ്പോൾ 14 days വരെ എടുക്കുന്ന വലിയ വൂണ്ടാണെന്നുണ്ടെങ്കിൽ സമയം വരാം. അപ്പൊ അത്രയും സമയം കൊടുക്കുന്നതിന് വേണ്ടി ആ സമയം വരെ മോഷൻ ഫ്രീ ആയിട്ട് ലൂസായിട്ട് പോകത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും പേറ്റന്റ് നമുക്ക് തന്നെ ഉണ്ട്. ലാക്സാറ്റ് എയ്ഡ് എന്ന് പറയുന്നത്, ഞാൻ അന്നേരമാണ് ശ്രദ്ധിക്കുന്നത്, ഒരു ന്യൂട്രീഷണൽ സപ്ലിമെന്റ് മാത്രമാണത്, ഹോമിയോപ്പതി മെഡിസിൻ. അതുകൂടെ കൊടുത്തപ്പോഴത്തേന് മോഷൻ ഫ്രീ ആയിട്ട് അങ്ങ് പോവുകയും ചെയ്തു, എവറി ഡേ പോവുകയും ചെയ്തു. അപ്പൊ ആ ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് ഒന്നും ഉണ്ടായില്ല. അതിന്റെ കൂട്ടത്തിൽ ഒരു 8-9 ദിവസം എടുത്ത കംപ്ലീറ്റ്ലി ആ പെയിൻ, അതായത് ആ മുറിവ് അങ്ങ് ഉണങ്ങിപ്പോയി.
അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൂടെ നമ്മൾ ഈ ട്രീറ്റ്മെന്റിന്റെ കൂടെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോഴേ നമുക്ക് ആ ഒരു പേഷ്യന്റിനെ വളരെ വേഗമായിട്ട് പറഞ്ഞാൽ ആ പേഷ്യന്റിനെ നമുക്ക് മിസ്സാകാതിരിക്കാനുള്ള മാർഗങ്ങൾ ഇങ്ങനെയും കൂടെ ഉള്ളത് ചെയ്തോളുക. ഇപ്പൊ നിന്റെ ഫീവറിന്റെ ടൈമാണ്. എഗെയിൻ നമുക്ക് കോവിഡിന്റെ ഒരു വേരിയന്റ് ഇപ്പം വെറും വൈറൽ ഫീവർ കാണുന്നുണ്ട്, കോവിഡിന്റെ വേരിയന്റ് ആയിട്ട്. കാരണം അത് എളുപ്പമാണ് സ്പ്രെഡ് ചെയ്യുന്നത്. കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. ഒരു വീട്ടിൽ ഒരാൾക്ക് വന്ന് മറ്റുള്ളവർക്ക് വന്നു എന്ന് ചോദിച്ചാൽ ചില വൈറൽ ഫീവർ ഒന്നും ആർക്കും വരത്തില്ല, ഒരാൾക്കേ ഉള്ളൂ. അതേസമയം ഈ വേരിയന്റ് വരുന്നവർക്ക് ആ വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് കേട്ട് പഴയ കാര്യങ്ങളാണ്. പലരെയും ഞാൻ കാണുന്നുണ്ട് നമ്മുടെ ക്ലിനിക്കിനകത്ത് തന്നെ വന്നിരിക്കുമ്പോൾ പോലും ചുമക്കുകയോ തുമ്മുകയോ ചെയ്താലോ അറ്റ്ലീസ്റ്റ് ഒന്ന് കർച്ചീഫ് കൊണ്ടോ അല്ലെ കൈ കൊണ്ടെങ്കിലും ഒന്ന് മറച്ചു പിടിക്കുന്ന ഒരു അവസ്ഥയില്ല. അപ്പൊ ഇവർക്ക് അവയർനെസ് കൂടെ അങ്ങ് കൊടുത്തേക്കണം. മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളതും പഴയത് ഒരുപാട് കേട്ടു. തഴമ്പിച്ച കാര്യമാണ്. കൈവാഷ് ചെയ്യുക, മാസ്ക് ഉപയോഗിക്കുക, ഇങ്ങനെയുള്ളവരൊന്ന് അകന്ന് നിൽക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് അവയർനെസ് കൂടെ കൊടുക്കണം. കാരണം ഇപ്പം ഇത് അന്ന് തുടങ്ങിയിട്ട് 3 വർഷമാണ് നമ്മളുടെ ഇടയ്ക്ക് നിന്നത് ഈ കോവിഡ് എന്ന് പറയുന്നത്. ഇപ്പോഴും അത് മാറിപ്പോയിട്ടുണ്ട്, ഓരോ വേരിയന്റ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നൊന്ന് ഒഴിവാകാൻ വേണ്ടി ഈ അവയർനെസ് കൂടെ അവർക്ക് കൊടുത്തേക്കണം. പ്രത്യേകിച്ചൊരു സെപ്റ്റംബർ വരെ ഈ ഒരു വൈറൽ ഫീവറും കൂടെ ചേർന്നാണല്ലോ വരുന്നത്. അതുകൊണ്ടാണ് സെപ്റ്റംബർ എന്ന് പറഞ്ഞത്. മറ്റേ കോവിഡിന്റെ വേരിയന്റ് എത്ര നാൾ നിൽക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. കോൺസ്റ്റിപ്പേഷൻ ഏതാ മെഡിസിൻ പറഞ്ഞത്? ഏത് കമ്പനിയുടെ അത്? അത് ബാക്സിന്റെ ആണ്. ലാക്സാറ്റ് എയ്ഡ്, LAXATAID. അതൊരു ന്യൂട്രിയന്റ്, ഒരു സാക്ഷ പോലാണ് അത് വരുന്നത്. അതിന്റെ അകത്തെ മുഴുവനും കൂടെ അറ്റ് എ ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു ഹാഫ് പോർഷൻ കൊടുത്താലും മതി. ഏതോ എൻ്റെ ഇതിനകത്ത് ഫോട്ടോ ഉണ്ട്, ഞാനത് ഇട്ട് തരാം. പിന്നെ കൊടുത്താൽ മതി. അത് ചെല്ലുമ്പോഴത്തേന് ഫ്രീ ആയിട്ട് മോഷൻ, ലൂസ് മോഷൻ വെള്ളം പോലല്ല പോകുന്നത്, വളരെ അയഞ്ഞ് തന്നെ മോഷൻ അങ്ങ് പോകും. അപ്പം നമുക്ക് പെട്ടെന്ന് ആ മുറിവിനെ വീണ്ടും വീണ്ടും മുറിക്കാതെ അതിനെ ക്യൂർ ചെയ്യാൻ, ഉണങ്ങാനുള്ള ടൈം അതിന് കൊടുത്തത് കൊണ്ട് പെട്ടെന്ന് വേദന നിൽക്കുകയും ചെയ്തു, പെർമനന്റ് ആയിട്ട് അത് ഉണങ്ങി പോവുകയും ചെയ്തു. പക്ഷെ അതിന്റെ ഏനൽ ഫിഷർ ആയിരുന്നു. അതിന് നൈട്രിക് ആസിഡ് 50 ml ആണ് ഞാൻ ആദ്യം കൊടുത്തത്. ഒരു 10-12 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്നത്തെ ഒരു ദിവസം എനിക്ക് മോശം പോയപ്പോൾ വീണ്ടും അവിടെ ഒന്ന് ചെറുതായിട്ട്, വളരെ ചെറുതായിട്ടൊന്ന് എരിയുന്നെന്ന് പറഞ്ഞു. നൈട്രിക് ആസിഡ് CM തന്നെ കൊടുത്തു. പിന്നെ ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഒരു 14 ഡേയ്സും ആ ലാക്സാക്ടൈഡ് എന്ന് പറയുന്ന ആ ഒരു സപ്ലിമെന്റ് ഞാൻ കൊടുത്ത് മോഷൻ ഫ്രീ ആയിട്ട് പോവുകയും ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ ഫൈബറിൻ കൂടുതലുള്ള ഫുഡ് നേരത്തെ തന്നെ പറഞ്ഞു കഴിക്കേണ്ടത്. വെള്ളം ഒരുപാട് കുടിക്കുക, പഴത്തിന്റെ അതിന് റോബസ്റ്റ പഴമൊക്കെ ഒരുപാട് കഴിക്കുക. അതാ ഞാൻ പറഞ്ഞത്, ഇതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള അവയർനെസ് കൂടെ നമ്മൾ കൊടുത്താലേ അവര് അവിടെ പിടിച്ചു നിൽക്കത്തുള്ളൂ, അവർക്ക് പെട്ടെന്ന് റിലീഫ് കിട്ടത്തുള്ളൂ. അതാ കൊടുത്തത് ലാക്സാക്ടൈഡ്. അസറ്റിക് ആസിഡ് ഏത് പൊട്ടൻസിയാണ്? ഏതാ അസറ്റിക് ആസിഡ് ഇതിലേക്ക് കൊടുക്കുന്നത് ഏത് പൊട്ടൻസിയാണ്? അസറ്റിക് 3X. ഈ ടിഞ്ചേഴ്സ് എല്ലാം തന്നെ ഒന്നിയിൽ ഡ്രോപ്സ് ഇതുപോലെ കൊടുക്കുന്ന എല്ലാം തന്നെ ഒന്നീ ടിഞ്ചർ ആയിരിക്കും, അല്ലെ 3X ആയിരിക്കും. അതിന് മുമ്പ് മേലോട്ടുള്ള പൊട്ടൻസീസ് കൊടുത്തിട്ടില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ നമ്മൾ അത് ഹയർ പൊട്ടൻസി തന്നെ കൊടുക്കുന്നുണ്ട്, അത് കൊടുത്താലേ നിൽക്കത്തുള്ളൂ. പിന്നെ ഇതുകൂടെ ചെല്ലുമ്പോഴത്തേനും നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ സിംറ്റംസ് എല്ലാം മാറിപ്പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. നമുക്കിനി 6 മിനിറ്റ് ആണുള്ളത്. 6 മിനിറ്റുകൾ ഇത്തവണ വാക്ക് പാലിക്കാൻ പറ്റിയില്ല, സമയം നീണ്ടുപോയി. ആർക്കെങ്കിലും കൂടുതൽ കാര്യങ്ങൾ? ക്ലാസ് കഴിഞ്ഞോ? ക്ലാസ് കഴിഞ്ഞു, ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നന്ദി ഡോക്ടറെ. ഇനി നമുക്ക് 6 മിനിറ്റ് ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുകയോ ഹാൻഡ് റൈസ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ചെയ്യണം, നമുക്ക് സമയം കുറവുള്ളത് കൊണ്ട്. ഇപ്പൊ ഈ എടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്, അല്ലെ ചാറ്റ് ബോക്സിൽ. ഈ സ്ട്രോഫാന്തസ് ടീച്ചർ കൊടുത്ത് എനിക്ക് നല്ല അനുഭവം കിട്ടിയിട്ടുണ്ട്. അത് കൊടുക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഡയൂറിറ്റിക്കും കൂടെ ആയതുകൊണ്ട് യൂറിൻ ഇച്ചിരി പോകുന്നുണ്ട്, കൂടുതൽ പോകും. അതും വളരെയധികം നമുക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഡിസ്ചാർജ് ഒക്കെ തന്നെ കറക്റ്റ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിസീസിന്റെ റിഡക്ഷൻ, അതായത് പെട്ടെന്ന് തന്നെയുള്ള ഒരു ശാന്തതയാണ് കാണുന്നത്.
അത് യൂറിനറി, പ്രത്യേകിച്ച് സ്റ്റോണിന്റെ കാര്യത്തിലും യൂറിനറി ഇൻഫെക്ഷന്റെ ഒക്കെ അവസരത്തിലും, അതുപോലെ തന്നെ ഈ പെയിൻ ഒക്കെ വരുന്നത് പെട്ടെന്ന് നിൽക്കുന്നത് ഓരോരോ പെയിനും ഓരോരോ മെഡിസിനാണ്. അത് യൂറിനറി ഇൻഫെക്ഷന്റെ കേസിൽ ആ പേഷ്യന്റിന് വരാൻ പോലും വയ്യായിരുന്നു, അതുപോലെ കുത്തിമറിയുന്ന പെയിൻ ആയിരുന്നു. അവർക്ക് ഞാൻ ഇഗ്നേഷ്യക്കുള്ള പെയിന് മാഡ്ലി പെയിൻ എന്നാ പറയുന്നത്. ഇഗ്നേഷ്യ 1 2 ഡോസ് കൊടുക്കാൻ പറഞ്ഞു. ഒരു ഡോസ് കഴിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ അവർ ഉറങ്ങിയതിന്റെ റീസൺ ആ പെയിൻ വിട്ടു, റിലാക്സ്ഡ് ആയി, അങ്ങനെ അവർ ഉറങ്ങിപ്പോയി. സെക്കൻഡ് ഡോസ് കൊടുക്കേണ്ടി വന്നില്ല. അത് ഞാൻ കൂടുതലും പറയുന്നത്, ഈ പെയിൻ എന്ന് പറയുന്ന അവസ്ഥ പെട്ടെന്ന് നിർത്തി കൊടുത്താലേ ബാക്കിയുള്ള തുടർന്നുള്ള ട്രീറ്റ്മെന്റിനായിട്ട് പേഷ്യന്റ്, അല്ലെങ്കിൽ വേദന കൂടിയെന്ന് പറഞ്ഞ് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് അതങ്ങ് പോകും. അതുപോലെ ഓരോരോ കേസിൽ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിലാകട്ടെ ഓരോരോ പെയിനും വ്യത്യസ്തമായിട്ടുള്ളത്. ഇപ്പൊ പല്ലുവേദനയ്ക്ക് വേറെ മരുന്നാണ്. ഞാനിപ്പോ യൂറിനറി ഇൻഫെക്ഷന്റെ കാര്യം പറഞ്ഞു. ഇതുപോലെ തന്നെ ഒരു ഇത് ഇത്തവണ ചോദിക്കട്ടെ, നെക്സ്റ്റ് ക്ലാസ്സിൽ അതിനെ കുറിച്ച് പറയാം. വൈറൽ ഫീവർ കുറയ്ക്കാൻ എന്തെങ്കിലും പ്രോട്ടോകോൾ ഉണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വൈറൽ ഫീവറിൽ വൈറൽ ഫീവർ എനി പ്രോട്ടോകോൾ? വൈറൽ ഫീവറിന്റെ കേസിൽ നമ്മൾ അതിന്റെ സിംറ്റംസ് പറയുമ്പം തുടക്കം തന്നെ സ്നീസിങ്, റണ്ണിങ് നോസ്, നേസൽ ഇറിറ്റേഷൻസ് ഉണ്ടാകുക, ത്രോട്ട് പെയിൻ ഉണ്ടാകുക, ചെറിയ രീതിയിൽ കഫ് ഉണ്ടാകുക, ബോഡി പെയിൻ, ഹെഡേക്ക് നല്ല രീതിയിൽ പറയുന്നുണ്ട് ഇപ്പോഴത്തെ വൈറൽ ഫീവറിന്റെ കേസിൽ. ആ വൈറൽ ഫീവറിന്റെ സമയത്ത് നമ്മൾ അക്യൂട്ടായിട്ടുള്ള കേസാണ്, 1 2 ചിലപ്പോൾ 3 മെഡിസിൻ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അറ്റ് എ ടൈം അല്ല കൊടുക്കുന്നത്. 1 അവർ ഇടവിട്ടോ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ നല്ല രീതിയിൽ വരുന്നതാണെങ്കിൽ ഹാഫ് ആൻ അവർ ഇടവിട്ടോ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ആർസെനിക് ആൽബൻ നമ്പർ 1 ആണ്. ജെൽസീമിയ, ആർസെനിക്കം ആൻഡ് റെക്സ്റ്റോസ് കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 85-90% കേസസ് വളരെ പെട്ടെന്ന് തന്നെ 200 പൊട്ടൻസി കൊടുത്താലും മതി. 200 പൊട്ടൻസി വെച്ച് ഈ 3 മെഡിസിനും ചിലപ്പോൾ ഒരു ഹാഫ് ആൻ അവർ വിട്ടങ്ങ് കൊടുത്താല്, കാരണം സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേരല്ലേ, ഇപ്പൊ എല്ലാം സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു, ഹാഫ് ആൻ അവർ ഇടവിട്ട് കൊടുത്താലും 1 or 2 days നമ്മൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ 5 ദിവസം 6 ദിവസത്തെ മെഡിസിൻ കാണും 2 gram ബോട്ടിൽ കൊടുക്കുമ്പോഴത്തേന്. പക്ഷേ ഈ 1 or 2 ദിവസം കൊണ്ട് തന്നെ അവർക്കത് മാറിക്കിട്ടും. പിന്നെ പ്രത്യേകിച്ചൊന്ന് പറയണം, ടെമ്പറേച്ചർ നിൽക്കാതെ നിങ്ങൾ വീണ്ടും സ്കൂളിലോട്ട് വിടുക, ആരാണെങ്കിലും ആക്ടിവിറ്റീസിൽ പോകാതിരിക്കുക. കാരണം റെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫീവറിന്റെ കേസിൽ. അത് ചെയ്യുക. കാരണം ഇപ്പൊ ആരും ഫീവർ വന്നാൽ നമ്മൾ ഓടി പോകുന്നില്ല, അത് പിന്നെ കോവിഡ് ആണോ ഇതാണോ എന്നൊന്നും അറിയാൻ പോകത്തില്ല. അപ്പം നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, ചൂടുവെള്ളം നന്നായിട്ട് കഴിക്കുക, നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക. അതും ഒരു ഇമ്പോർട്ടന്റ് ആണ്. ജങ്ക് ഫുഡൊന്നും അല്ല, സാധാരണ രീതിയിലുള്ള നമ്മുടെ വീട്ടിലെ ചൂടുള്ള വെജിറ്റബിൾ കറി ആണെങ്കിലും ഫിഷ് കറി റൈസ് ആണെങ്കിലും ഒക്കെ തന്നെ വയറ് നിറച്ച് ഫുഡ് കഴിക്കുക, മെഡിസിൻ കഴിക്കുക, റെസ്റ്റ് എടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും നേസൽ ഇറിറ്റേഷൻ ഒക്കെ ആണെങ്കിൽ 2 നേരം ആവി പിടിക്കുക, അതുപോലെ തന്നെ ഉപ്പുവെള്ളം ഗാർഗിൾ ചെയ്യുക. ഇത് എല്ലാം കൂടെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു 1 or 2 ഈവൻ 24 hours തന്നെ ആ ടെമ്പറേച്ചർ അങ്ങ് നല്ല രീതിയിൽ നോർമൽസിയിലെത്തും. 2-3 ദിവസം കൂടെ നമ്മൾ റെസ്റ്റ് എടുക്കുകയും കൂടെ വേണം. കാരണം റെക്കറൻസി കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ വൈറസിന്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. ഒന്ന് മാറി അപ്പൊ ഒരു 4 ദിവസം കൊണ്ട് അങ്ങ് മാറുമ്പോൾ അവർ വർക്കിലോട്ട് പോകുന്ന ആൾക്കാർക്ക് എഗെയിൻ ചെറിയ രീതിയിലൊരു ഇൻഫ്ലമേഷൻ പിന്നെയും തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് റെസ്റ്റ് എടുക്കുക, മാക്സിമം 7 days റെസ്റ്റ് എടുക്കുക. പിന്നെ ഈ രീതിയിലുള്ള മെഡിക്കേഷനും ഈ തരത്തിലുള്ള ഈ പ്രോട്ടോകോൾ ചോദിച്ച് ഇതേ തരത്തിൽ പോയാൽ വളരെ പെട്ടെന്ന് മാർക്ക് കിട്ടും. ഈവൻ ആ 3 മെഡിസിനും ഒന്ന് കൊടുത്ത് ആർസാൽപ്പ് കൊടുത്ത് ഹാഫ് ആൻ അവർ കഴിഞ്ഞ് ജെൽസീമിയം കഴിച്ച് ഹാഫ് ആൻ അവർ കഴിഞ്ഞ് റെക്സ്റ്റോസ് കഴിക്കുമ്പോൾ തന്നെ ടെമ്പറേച്ചർ താഴേക്കാവും മോസ്റ്റ്ലി ഉള്ള കേസസിൽ. പിന്നെ ശ്രദ്ധിച്ചോണം, വേറെ വല്ല ടൈഫോയിഡ് ആണോ അല്ലെങ്കിൽ വയറുവേദന, വയറിന് എന്തെങ്കിലും കംപ്ലൈന്റ് കൊണ്ടുള്ള ഫീവർ ആണോ, അതിനൊക്കെ ആകുമ്പോൾ മെഡിസിൻസ് മാറി കൊടുത്തേ പറ്റത്തുള്ളൂ. ഈ സാധാരണയുള്ള വൈറൽ ഫീവറിന് ഇത് മതിയാകും. ഡോക്ടർ, നമ്മുടെ സമയമായി. ഇനി 1 മിനിറ്റേ ഉള്ളൂ. ഭദ്രൻ ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഡോക്ടർക്ക് നന്ദി പറയണേ. ഭദ്രൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത്. ഭദ്രൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാൻ നന്ദി പറയണേ. ഇന്ന് എഡിമയ്ക്ക് നല്ലൊരു ക്ലാസ് എടുത്ത ഡോക്ടർ പ്രീതാം എം ഉണ്ണിക്ക് അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും രേഖപ്പെടുന്നു. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. അത് കാർഡിയാക് ഡിസീസും കിഡ്നി ഡിസീസും ലിവർ ഡിസീസും എല്ലാം കോറിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അത് വളരെ കൂടുതൽ പ്രയോജനം ചെയ്തിട്ടുണ്ട്. ലങ് ഡിസീസിനും എല്ലാം ഒരു മൾട്ടി സിസ്റ്റം അപ്രോച്ച് ആയിരുന്നു. അത് എൻ്റെ എല്ലാം ആരംഭത്തിലും പിന്നീടും ചെയ്യേണ്ട പ്രിക്കോഷൻസ് എല്ലാം പറഞ്ഞ്
നല്ല സജഷൻസും നൽകിയിട്ടുള്ള ഡോക്ടർക്ക് IFPHന്റെ പേരിലും എൻ്റെ പേരിലും ഹാർദവമായ നന്ദി കടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി. നന്ദി ഭദ്രൻ ഡോക്ടറെ. എന്തായാലും നീർവീക്കം കാരണങ്ങളും ഹോമിയോപ്പതി പരിഹാരങ്ങളും എന്ന വിഷയത്തില് വളരെ നല്ലൊരു ക്ലാസ് നൽകിയ പ്രിയത ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇതുപോലെ നല്ല പ്രയോജനം ചെയ്യുന്ന വിഷയങ്ങളുമായിട്ട് വീണ്ടും ക്ലാസ്സിന് വരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്യുകയാണ്. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അങ്ങനെ നമ്മുടെ 1748 പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. IFPHന്റെ ഫ്ലോറിലുള്ള എല്ലാ ശ്രോതാക്കൾക്കും ഗുഡ് നൈറ്റ്.